മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 5, 9, 33 മൂന്ന് വാക്യങ്ങളെ ഒരുമിച്ച് വായിച്ചുകൊണ്ടാണ് നാം ചിന്തയ്ക്ക് തുടക്കമാകുന്നത്. മൂന്നിലും സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന പ്രയോഗമുണ്ട്. അത് നമ്മുടെ ഹൃദയത്തോടുള്ള ശക്തമായ മുന്നറിയിപ്പുകളാണ്. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് അപകടമാണ്. അതുകൊണ്ട് ആ മുന്നറിയിപ്പുകൾ അകത്ത് ആരാധനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക്, സ്തോത്രത്തിന്, സ്തുതിക്ക് ഉത്സാഹമുള്ള ദൈവജനത്തിന് വേണ്ടി മാത്രമല്ല, ക്രൈസ്തവീകതയോട് ആഭിമുഖ്യമുള്ളവർ, ഇതിനോട് യോജിപ്പുള്ളവർ ഒക്കെ ശബ്ദപരിധിക്കുള്ളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കാല് വലിച്ചു വെച്ച് നടന്നു പോകാതെ അല്പസമയം ഈ ശബ്ദത്തിനു വേണ്ടി കാതോർക്കണം. ഇനിയുള്ള നേരം മർക്കോസിന്റെ സുവിശേഷം 13 പ്രവേശിക്കുന്നു. അടുത്ത ശ്രദ്ധിച്ചോണം. 3 അധ്യായങ്ങൾ ഞാൻ പറയുന്നത് കരുതിക്കൊള്ളണം. 3 അധ്യായങ്ങൾ. 1 മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. കുഞ്ഞുങ്ങൾ വിശേഷാൽ ശ്രദ്ധിക്കണം. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. ഈ 3 അധ്യായങ്ങൾ സമവീക്ഷണ അധ്യായങ്ങൾ ആണ്. സമവീക്ഷണ സുവിശേഷ ഗ്രന്ഥങ്ങളുണ്ട്, അപ്പോൾ തന്നെ സമവീക്ഷണ അധ്യായങ്ങളാണ്. 24, 13, 21 യഥാക്രമം മത്തായി, മർക്കോസ്, ലൂക്കോസ്. 24, 13, 21 ആവർത്തിച്ച് പറയുന്നത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ഈ 3 അധ്യായങ്ങൾ കൊടുക്കാവുന്ന പേര് സെർമൺ ഓൺ ദ മൗണ്ട്, ഒലിവ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒലിവ് മല പ്രഭാഷണമാണ്. തൻ്റെ വത്സല ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് അവരുടെ അറിയുവാനുള്ള അടങ്ങാത്ത ദാഹം അന്തരംഗത്തിൽ ഗ്രഹിച്ചുകൊണ്ട് കർത്താവ് അവർക്ക് വേണ്ടി മാത്രമായി നൽകുന്ന ഒരു അനുഗ്രഹിത പ്രഭാഷണമാണ്. സഭയുടെ യോഗമായതുകൊണ്ട് വിശ്വാസികൾ ഒത്തിരി ഉള്ളതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. നാട്ടുകാർ കേൾക്കണ്ട, നമ്മൾ മാത്രം കേട്ടാൽ മതി. രഹസ്യമായി പറയാം. പിന്നെ രഹസ്യം പറയാൻ പറ്റിയ സാധനമാണല്ലോ മൈക്രോഫോൺ. അത് ജോസ്യാൻ കൈകാര്യം ചെയ്യുന്ന മൈക്രോഫോൺ. ഓക്കെ, അപ്പോൾ ഒരു രഹസ്യം പറയാം. നാട്ടുകാരും കേൾക്കുന്നില്ല, നമ്മൾ മാത്രം കേൾക്കും. ഈ യേശു പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ആലയത്തിൻ്റെ മുറ്റത്ത്, ബെത്ഫാഗയിൽ, ബെഥാന്യയിൽ, ബെഥസ്തയിൽ, ഒലിവമലയിൽ, അവിടെ ഇവിടെയൊക്കെ യേശു നിന്ന് പ്രസംഗിക്കുമ്പോൾ ഈ പത്രോസിൻ്റെ, യോഹന്നാൻ്റെ, യാക്കോബിൻ്റെ ഒക്കെ ആ ഭാവം പടുതി കണ്ടാൽ യേശു പറയുന്നെല്ലാം അവർക്ക് നന്നായിട്ടറിയാം. യേശുവിന് ഇവരാ ട്യൂഷൻ എടുക്കുന്നേ തോന്നിപ്പോവും. ആ പരുവത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അന്ന് പകൽ ആ പ്രസംഗം കണ്ടത്തിൽ നിന്ന് കയറി വന്നവനും, തടി പിടിക്കാൻ പോയിട്ട് വന്നവനും, മറ്റു തര ജോലി ചെയ്തിട്ട് വന്നവനെല്ലാം യേശുവിൻ്റെ പ്രഭാഷണം നന്നേ മനസ്സിലായിട്ടുണ്ട്. അവരന്തരംഗത്തിൽ തീ കത്തിയ വീട്ടിലോട്ട് കണ്ണുനീരോടെ പോയിട്ടുള്ളത്, ചില വർദ്ധിച്ച സന്തോഷത്തോടെ പോയിട്ടുണ്ട്. പക്ഷേ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് അടക്കമുള്ള ഈ പുള്ളികൾക്കൊന്നും പലതും മനസ്സിലായില്ല. അപ്പോൾ അവരുടെ നിപ്പ് കണ്ടാൽ എൻസൈക്ലോപീഡിയ, ഫാൻഷൻ ഷർട്ടൊക്കെ ഇട്ട് കുപ്പായൊക്കെ ഇട്ട് നിൽക്കുകയാണെന്ന് തോന്നിപ്പോവും. മനസ്സിലായോ? പക്ഷെ അവർക്ക് മനസ്സിലായില്ല. ഇങ്ങനെ മനസ്സിലാകാത്ത കാര്യങ്ങൾ യേശുവുമായിട്ട് ഒലിവുമലയിൽ ചെന്ന് വിശ്രമിക്കാൻ നേരത്ത്, അത്താഴൂണൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ നേരത്ത് പറയും, ഗുരു ഒരു ചെറിയ കാര്യമുണ്ട്. എന്താ പറഞ്ഞിട്ട്? അത് ഇന്ന് പകല് അങ്ങാലയമുറ്റത്ത് വെച്ച് നടത്തിയ പ്രഭാഷണം പ്രൗഢ ഗംഭീരമായിരുന്നു. ഉജ്ജ്വലമായിരുന്നു ഗുരു. പക്ഷേ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഗംഭീരമായിരുന്നു, പക്ഷേ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കണം. കല്ല് കല്ലിന്മേൽ ശേഷിക്കത്തില്ലെന്ന് അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് പോയിട്ട് വരുമെന്ന് പറഞ്ഞില്ലേ, ഈ യുഗം തീരാൻ പോകുക എന്നങ്ങ് പറഞ്ഞില്ലേ. ഇതൊക്കെ എപ്പോഴാണ് ഗുരു സംഭവിക്കുക? ശരി, അന്നേരം മനസ്സിലായില്ലായിരുന്നല്ലേ? ഇല്ല, മനസ്സിലായില്ല. അന്നേരം പിന്നെ നാട്ടുകാരുള്ളപ്പോൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അങ്ങ് ഇരുന്ന് പോയതാ. സഭയിൽ ഇങ്ങനെ ചില താരങ്ങളുണ്ട്. ഒരു ആഴ്ച മുഴുവൻ ഇരുന്ന് പഠിച്ച് പ്രാർത്ഥിച്ച് രാത്രികളെ പകലാക്കി എഴുതിയത് ശരിയായില്ല, ചൂട്ടിയെടുത്ത് കളഞ്ഞു. അടുത്ത പേപ്പറെടുത്ത് എഴുതി, കാണാതെ പഠിച്ചു, ബാക്കി 156 പ്രാവശ്യം പിന്നെയും വായിച്ചു, പറഞ്ഞു നോക്കി, കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ച് നോക്കി. ഇങ്ങനെല്ലാം പ്രാക്ടീസ് ചെയ്ത സഭായോഗത്തിന് മേശയുടെ പുറകിൽ നിന്നൊരു പ്രസംഗം നടത്താൻ നിൽക്കുന്ന ഉപദേശി. മുമ്പിലിരിക്കുന്ന ചില പുള്ളികളുടെ ഇരിപ്പ് കണ്ടാൽ പാസ്റ്റർക്ക് ട്യൂഷൻ എടുക്കുന്ന പുള്ളിയാന്ന് തോന്നിപ്പോവും. ഞങ്ങളുടെ പാസ്റ്ററെ ഞാനാ പഠിപ്പിക്കുന്ന, കൃപയാൽ. അങ്ങനെയുള്ള ഭാവത്തിൽ അതിൽ ഇരിപ്പ് കണ്ടാൽ ഈ പോടിയം എടുത്ത തലയിലോട്ട് കൊണ്ട് വയ്ക്കാൻ അങ്ങ് തോന്നിപ്പോവും. അത്രയ്ക്ക് സങ്കടകരമാണ് നിങ്ങളുടെ നിഷേധാത്മകമായ ഇരിപ്പ്. ഒരു സ്വോത്രമൊക്കെ പറയാനും, മുഖത്തൊരു പ്രസാദമൊക്കെ വരുത്താനും, വേദവസം പാസ്റ്ററുടെ മുഖത്തോട്ട് നോക്കി വെച്ചുകൊണ്ട് സിബിടാതിരിക്കാനും ഒക്കെ കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ചില പുള്ളികളൊക്കെ ഉണ്ട്, വാച്ച് കെട്ടിയ കൈ ഉയർത്തി പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ സമയമായി പാസ്റ്ററേ എന്നാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ഭാവങ്ങളുണ്ട്. ഒന്നും മനസ്സിലായിട്ടുള്ള ഇരിപ്പല്ലെന്ന്, ഒന്നും മനസ്സിലായിട്ട് വെറുതെ പുറംപൂച്ച് മാത്രമാണ്. അങ്ങനെ പാടില്ല. ഇവർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരു ഞങ്ങൾക്കത് മനസ്സിലായില്ല, ഒന്ന് പറയണേ. പ്രത്യേകിച്ച് 3 കാര്യം. 1, ആലയത്തിൻ്റെ നാശം എപ്പോഴാണ്? 2, ഈ യുഗത്തിൻ്റെ അവസാനം എപ്പോഴാണ്? 3, അങ്ങ് പോയിട്ട് എപ്പോഴാണ് വരിക? മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ പറയാം. വേറെ നാട്ടുകാരും ഇവർ മാത്രമേ ഉള്ളൂ. 13 പേരേ ഉള്ളൂ. ഓക്കെ, 12, 3, 13 അംഗം അടങ്ങുന്ന ഒരു ടീമിനോട് യേശു നടത്തിയ പ്രഭാഷണമാണ് മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. അത് യുഗാന്ത്യ വിജ്ഞാനീയമാണ്.
നാം നമ്മുടെ തലയ്ക്ക് മീതിയുള്ള ആകാശത്തിന് നാളെ എന്ത് സംഭവിക്കും? ഈ സൗരയൂഥങ്ങൾക്ക് എന്ത് സംഭവിക്കും? വാനഗോളങ്ങൾക്ക്, ഉപഗ്രഹങ്ങൾക്ക്, ഉപഗ്രഹങ്ങൾക്ക് എന്താ സംഭവിക്കുക? നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിന് എന്താ സംഭവിക്കുക? അലറിയെടുക്കുന്ന തിരമാലകളുടെ സമുദ്രത്തിന് നാളെ എന്താ സംഭവിക്കുക? ഇവിടുത്തെ വർത്തമാനകാല ഗവൺമെൻറ്റിന് എന്താ സംഭവിക്കുക? ഇൻകുലാബ് വിളിച്ച് മുന്നേറുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സമരസന്നാഹങ്ങൾ, പിക്കറ്റിംഗ്, ഹർത്താൽ, കരിങ്കൊടി പ്രകടനം, മന്ത്രിയെ തടഞ്ഞു, സെക്രട്ടേറിയറ്റ് വളഞ്ഞു, പാർലമെന്റ് ഉപരോധിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? മലയാള മനോരമ, മംഗളം, മാധ്യമം, മാതൃഭൂമി, ജനയുഗം, തനിനിറം, ദീപിക, രാഷ്ട്രദീപിക പത്രങ്ങളുടെ അകത്തളങ്ങളിലും പുറത്തളങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ? സമരസന്നാഹങ്ങളുടെ വിവിധ നൂതന മുറകൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴും എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഭാവി? എന്താ ഈ വർത്തമാനകാല ഭരണ സംവിധാനത്തിൻ്റെ ഭാവി എന്നുള്ള കാര്യം നാളെ നമ്മൾ വായിക്കാനിരിക്കുന്ന പത്രം ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തകൃതിയായി പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നാളെ വായിക്കാനുള്ളത്. പക്ഷേ അടുത്ത മാസവും അടുത്ത വർഷവും കർത്താവ് വന്നില്ലെങ്കിൽ വായിക്കാനുള്ളത് ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്നതാണ്. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. അതുകൊണ്ടാണ് അതിനെ യുഗാന്ത്യ വിജ്ഞാനീയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അന്ത്യകാല ശാസ്ത്രമാണ്, എന്ന് പറഞ്ഞാൽ എസ്കറ്റോളജിയാണ്. അത് പ്രസംഗിക്കാൻ ഒത്തിരിയുണ്ട്, അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഈ എസ്കറ്റോളജി പറഞ്ഞിരിക്കുന്ന ഗംഭീരമായ അധ്യായങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷത്തെ മാത്രം ഞാൻ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം 3 മുന്നറിയിപ്പുകൾ അക്കമിട്ടൊരൊറ്റ അധ്യായത്തിൽ തന്നെ അങ്ങനെ അങ്ങ് വിന്യസിപ്പിച്ചിരിക്കുന്നതിന് പഠിക്കാൻ എളുപ്പമായതുകൊണ്ട്, ഓർക്കാൻ എളുപ്പമായതുകൊണ്ട് മർക്കോസ് 13-ന്റെ 5ഉം 9ഉം 33ഉം തന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാ മുഖവരയ്ക്കും അവസാനമായി ഇനി നാം 5ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 13-ന്റെ 5ാമത് വാക്യം, ആരും നിങ്ങളെ എന്തോ ചെയ്യരുത്, തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിക്കണം. എല്ലാവരും കേട്ടോണം, അകത്തും പുറത്തുമുള്ളവർ കേട്ടോണം. തെറ്റിപ്പോകാതിരിപ്പാൻ നാം സൂക്ഷിച്ചേ പറ്റുകയുള്ളൂ. തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ 1, 2, പുറത്തോട്ടുള്ളത് അകത്തോട്ടുള്ളത് വേർതിരിച്ചങ്ങോട്ട് തരികയാണ്. കൃത്യമായി കേട്ട് കുറിച്ച് ഹൃത്തടത്തിലാക്കി പോകണം. തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ, ഒന്നാമത്തെ സാധ്യത യേശുവിൻ്റെ ദൈവത്വ നിഷേധം നമ്മെ തെറ്റിക്കാനുള്ള പുതിയ തിയറിയാണ്. മനസ്സിലായോ? യേശുവിൻ്റെ ദൈവത്വ നിഷേധം. കുഞ്ഞുങ്ങളൊക്കെ ഓർത്തിരുന്നോണം, ഞാൻ ആദ്യമേ അത് പറഞ്ഞായിരുന്നു, എങ്കിലും അതിൻ്റെ വിശകലനം ഇവിടെയാണ് തരിക. യേശു സാക്ഷാൽ ദൈവമല്ല എന്നുള്ള ഒരു പഠിപ്പിക്കൽ പുരോഗമിക്കുന്നുണ്ട്. പണ്ട് പുരാതന കാലം മുതലുണ്ട് യേശുവിൻ്റെ ദൈവത്വം. യേശുവിനെ പ്രവാചകനായി അംഗീകരിക്കുന്ന ചില ആളുകൾ, യേശുവിനെ നല്ല വൈദ്യനായി അംഗീകരിക്കുന്ന ചില ആളുകൾ, യേശുവിനെ മാന്യനായി മനുഷ്യനെ അംഗീകരിക്കുന്ന ചില ആളുകൾ, യേശുവിനെ പോലെ ബുദ്ധി സാമർഥ്യമുള്ള വേറെ ആരുമില്ല എന്ന് അംഗീകരിക്കുന്ന ആളുകളുണ്ട്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ, ആദരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ യേശുവിനെ സഖാവ് ക്രിസ്തു എന്നാണ് അംഗീകരിക്കുക. കണ്ടിട്ടുണ്ടോ? സംസ്ഥാന സമ്മേളനങ്ങളിൽ ഫ്ലെക്സ് ഉയരുമ്പോൾ മാക്സിൻ്റെയും എംഗൽസിൻ്റെയും ലെനിൻ്റെയും ചെഗുവേരയുടെയും ഒക്കെ പടത്തിൻ്റെ കൂട്ടത്തിൽ മൈക്കലാഞ്ചലോ വരച്ച ക്രിസ്തുവിൻ്റെ പടം കൂടെ ചേർത്ത് വെച്ചിട്ടടിയിൽ സഖാവ് ക്രിസ്തു എന്നെഴുതി വെച്ചിട്ടുള്ള ഫ്ലെക്സ് വാദപ്രതിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാ അതിനൊക്കെ വാദമുണ്ടാക്കുക? ക്രിസ്തു സഖാവ് തന്നെയാണ്. സ്നേഹമെന്ന വിപ്ലവം കൊണ്ട് ലോകത്തെ കീഴടക്കി അനുഗ്രഹീത സാരഥി, അനുഗ്രഹീത സഖാവാണ് ക്രിസ്തു. ക്രിസ്തുവിനെ സഖാവായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പെന്തക്കോസ്തുകാർക്ക് അങ്ങോട്ട് എന്തോ ഒരു ഇച്ചീച്ചി പോലെ തോന്നിപ്പോകും. അർത്ഥം പഠിക്കുമ്പോൾ അത് യേശുവിനെ സഖാവ് എന്ന് തന്നെ വിളിക്കാം, സഖാവ് ക്രിസ്തു എന്ന് തന്നെ വിളിക്കാം. എം ഇ ചെറിയാച്ചൻ സാർ കേരളത്തിൻ്റെ മധുര ഗായകന്. അദ്ദേഹം പാടുന്നൊരു പാട്ട് ഇവിടുത്തെ ഗായകർക്കറിയാം, ആത്മസഖാവനേ. അങ്ങനെ ഒരു വരിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിനകത്ത്, യേശുവിൻ്റെ ആത്മസഖാവാണ്, എൻ്റെ സഹയാത്രികനാണ് എന്നേ വിചാരം. അപ്പം ഇങ്ങനൊക്കെ യേശുവിനെ അംഗീകരിക്കുന്നുണ്ട് ആളുകൾ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ ആ അംഗീകരണം മാത്രം പോരാ സുഹൃത്തെ. ഇന്ന് രാത്രി യോഗ പരമ്പരകളുടെ സമാപന രാത്രിയിൽ ഞങ്ങൾ അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യം, യേശുവിനെ താങ്കൾ ഈ പറഞ്ഞതുപോലെ മാത്രം അംഗീകരിച്ചാൽ പോരാ, യേശുവിനെ സാക്ഷാൽ ദൈവമായി അംഗീകരിച്ചേ പറ്റൂ, ദൈവമായി വിശ്വസിച്ചേ പറ്റൂ, ദൈവമായി സ്വീകരിച്ചേ പറ്റൂ. അത് സുവിശേഷത്തിൻ്റെ കാതലായ വെളിപ്പാടാണ്. യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ലെങ്കിൽ താങ്കൾ തെറ്റിപ്പോയി എന്നുള്ളതാണ്. എങ്ങനെയുള്ള ദൈവമാണ് യേശു? എങ്ങനെയുള്ള ദൈവമാണ്? എന്തെങ്കിലും ഇന്ദ്രജാലം അഹിന്ദ്രജാലങ്ങൾ ചെയ്തുകൊണ്ട്, ആരണ്ടര കൂന് നിവർത്തി, ആരണ്ടര കണ്ണ് കാഴ്ച ശക്തി തിരികെ കൊടുത്തു, ആരുടെയോ ബദിരത മാറ്റി, ആരുടെയോ മുടന്ത് മാറ്റി എന്നുള്ളത് കൊണ്ട് മാത്രം ദൈവമായതല്ല. പ്രൈസ് ദ ലോർഡ്. യേശു ദൈവമാണ്, സാക്ഷാൽ ദൈവമാണ് എന്ന വസ്തുത അറിയണം. ബെത്ലഹേം മുതൽ ഗൊൽഗോഥ വരെയുള്ളൊരു കാലഘട്ടമല്ല ക്രിസ്തുവിൻ്റെ കാലദൈർഘ്യം എന്ന് പറയുന്നത്. ബെത്ലഹേമിന് മുൻപ് ഉണ്ട്
അതുകൊണ്ട് അവന് ദൈവമെന്ന് വിളിക്കുക. ഗോൽഗോഥയ്ക്ക് ശേഷം യേശു ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിനിടയ്ക്കുള്ള 33 വർഷം എന്തായിരുന്നു? മാനവജാതിയുടെ പാപപരിഹാരത്തിന്, ഉദ്ധാരണം വരേണ്ടതിന് ദൈവമായിട്ടൊരുക്കിയ രക്ഷാകര പദ്ധതിയുടെ നിവർത്തിക്ക് വേണ്ടി ഇവിടേക്ക് മനുഷ്യനായി അവതരിച്ചതാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? അതുകൊണ്ട് ഞാൻ ആദ്യം ഏക അവതാരമെന്ന് പറഞ്ഞത് നമ്മുടെ രക്തം വാങ്ങാനോ നമ്മുടെ കീശയിലെ കാശ് അങ്ങോട്ട് പിടുങ്ങാനോ നമ്മുടെ ഏതെങ്കിലും വിധത്തിലുള്ളതായിരിക്കുന്ന നന്മ വസൂലാക്കാനോ അല്ല. അവിടെ ഇവിടങ്ങളിൽ പണിത് വെച്ചിരിക്കുന്ന വഞ്ചിക നിറയേണ്ടതിനൊരു ഉപാധി ഉണ്ടാക്കേണ്ടതിനല്ല യേശു ഇവിടെ അവതരിച്ചത്. പിന്നെന്തിനാണെന്നറിയാമോ? തൻ്റെ രക്തം മൊത്തം നമുക്ക് വേണ്ടി നൽകി തരേണ്ടതിന്. നീ ഇനി കുന്നുകയറാതെ, മലയിറങ്ങാതെ, പുഴ താണ്ടാതെ, കടൽ നീന്താതെ, ദേഹം മുറിച്ച് രക്താർപ്പണം, വായിൽ നിന്ന് സഹസ്രകോടി സ്തോത്രാർപ്പണം, പോക്കറ്റിൽ നിന്ന് ധനാർപ്പണം നടത്തി മുക്തിക്കും മോക്ഷത്തിനും സായുജ്യത്തിനും ശാന്തിക്കും സമാധാനത്തിനും വിടുതലിനും വീണ്ടെടുപ്പിനും വേണ്ടി ഓടാതെ തൻ്റെ ശരീരത്തിൻ്റെ രക്തം അവസാനത്തെ തുള്ളിയും കൂടെ നമുക്ക് വേണ്ടി ഊറ്റിത്തരേണ്ടതിന് വേണ്ടിയുള്ള ഒരു വരവായിരുന്നു യേശുവിൻ്റെ അവതാരം. ആ അവതാരത്തിൻ്റെ ദൈർഘ്യമാണ് ബെത്ലഹേം മുതൽ ഗോൽഗോഥ വരെ. പക്ഷെ അതിനു മുൻപും അതിനുശേഷവും യേശുവുണ്ട്. കാരണം അവൻ നിത്യദൈവമായതുകൊണ്ടാണ്. യേശുവിൻ്റെ ദൈവത്വം എന്ന് പറയുന്ന വസ്തുത നിരാകരിക്കരുത്, അതിനെ അംഗീകരിക്കണം. തിരസ്കരിക്കരുത്, അതിനെ സ്വീകരിക്കണം. തള്ളരുത്, അതിനെ കൊള്ളണം. പ്രൈസ് ദ ലോർഡ്. യേശു എങ്ങനെയുള്ള ദൈവമാണ് കേട്ടോണം. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സുഹൃത്തുക്കൾ എല്ലാവരും, വിശ്വാസ സമൂഹം അടക്കമുള്ളവർ കേട്ടോണം. വിശ്വാസത്തിൽ രാജകീയ പ്രൗഢിയോടെ കൂടെ ജീവിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ വെളിപ്പാട് കിട്ടിയാൽ മതി. 1, 2, 3, 4, 5 വാക്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയാം. അതിനെ കുറിച്ചു കൊള്ളണം. വായിപ്പിച്ചു പോകാൻ നേരമെടുക്കുന്നില്ല. പറഞ്ഞു പോകുക, വേഗത്തിൽ പറഞ്ഞു പോകാം. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഉജ്ജ്വലമായിരിക്കുന്ന ചില തെളിവുകൾ. ഒന്ന്, യേശു മഹാദൈവമാണ്. മഹാദൈവം എന്ന് കേട്ടൊരു സ്വോത്രം പറഞ്ഞില്ലല്ലോ. സ്റ്റേജിൽ 5-6 ഹല്ലേലൂയ ഉയർന്നതേ ഉള്ളൂ, സദസ്സിൽ നിന്ന് കേട്ടില്ലല്ലോ. യേശു മഹാദൈവമാണ്. കുഞ്ഞുങ്ങൾ എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ജീവിതത്തിൽ മഹാകാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം, മഹാദൈവം. അത് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ സവിശേഷതയാണ്. വാക്യം കുറിച്ചോണേ. തീത്തോസ് 2:12. തീത്തോസ് 2:12 പറയുന്നു, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. അപ്പോൾ യേശു എങ്ങനെയുള്ള ദൈവമാണ്? മഹാകാര്യങ്ങൾ നടക്കത്തില്ല, എഴുന്നേക്കത്തില്ല, പോകത്തില്ല. അത് ആ രാജ്യത്തേക്കുള്ള യാത്ര മുടങ്ങി. ഇനി എൻ്റെ കുഞ്ഞിന് ഉദ്ധാരണമില്ല, ഇനി എൻ്റെ കൊച്ചിൻ്റെ വിവാഹം. ഇതൊക്കെ നമ്മൾ പൂട്ടിക്കെട്ടി വെച്ച ആശകളും ആഗ്രഹങ്ങളുമാണ്. പക്ഷെ കേൾക്കണം, ഇന്ന് രാത്രി തീത്തോസ് 2:12 നെഞ്ചിലേക്ക് അങ്ങ് പാകവെക്കണം. എന്നിട്ട് അവകാശപ്പെടണം, എൻ്റെ കർത്താവ് മഹാദൈവമാണ്. എൻ്റെ ജീവിതത്തിലെ മഹാകാര്യങ്ങൾ നിവർത്തിക്കാൻ അവൻ മതിയായവന്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു സാധാ മൂർത്തിയല്ല, ഒരു സാധാ ആവാഹന ശക്തിയല്ല, സാധാ സങ്കല്പമൂർത്തിയല്ല. അവന്റെ പേരാണ് മഹാദൈവമായവൻ. എന്തെങ്കിലും നേർച്ച കാഴ്ചകൾ മാത്രം പ്രസാദിച്ച് നമ്മൾ എന്തെങ്കിലും സ്തോത്ര കാഴ്ച ഇട്ടാൽ മാത്രം ചുണ്ടിൽ ചിരി വരുന്നൊരു ദൈവമല്ല. അവന്റെ പേര് മഹാദൈവം എന്നാണ്. മഹാദൈവമായതുകൊണ്ടാണ് ഈ മഹാ സൃഷ്ടി കർമ്മം ചെയ്തിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു, ഇവിടെ ജീവിക്കുവാൻ അനുവദിച്ചിരിക്കുന്നു. ആകാശ ഗംഗയിൽ കാണുന്നതായിരിക്കുന്ന സകല ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അവയെ സൃഷ്ടിച്ചു, അവയെ നിലനിർത്തി പരിചരിച്ച് പരിപാലിച്ച് അവയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ, സംവിധാനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നവന്റെ പേരാ മഹാദൈവം. യേശുവിനെ മരപ്പണിക്കാരനെന്ന് മാത്രം കണ്ട് തള്ളിക്കളയല്ലേ സുഹൃത്തെ. യേശുവിനെ ഒരു ജാരസന്തതി എന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയല്ലേ. മറിയുടെയും യോസഫിന്റെയും ഒരു മകൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ. അതൊക്കെ അവതാരത്തിന്റെ ഭാഗമാണ്. അതിനു മുൻപേ അവൻ ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെയും ഉണ്ടാകും. എന്നേക്കും അനന്യനായവൻ, മഹാദൈവമായവൻ. തീത്തോസ് 2:12 വിവരിക്കാൻ നേരമില്ലല്ലോ. അടുത്ത കേട്ടോണേ. സർവത്തിന് മുൻപേ ഉള്ള ദൈവമാണ്. സർവത്തിന് മുൻപേ ഉള്ള ദൈവം. എവിടെയാ വാക്യം? കൊലോസ്യർ 1:17. കൊലോസ്യർ 1:17 2 കാര്യമാണ് പറയുക. ഒന്ന്, സകലത്തിന് മുൻപേ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആഴിയൂഴി ബ്രഹ്മാണ്ടം ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുൻപ്, ഇവയൊക്കെ സ്ഥാപിതമാകുന്നതിന് മുൻപേ ഉള്ളവൻ. ശ്രദ്ധിക്കണം, കുണ്ടറ. ഉണ്ടായവനെന്നല്ല, ഉണ്ടാക്കപ്പെട്ടവനെന്നുമല്ല. ഉണ്ടായവനെന്ന് പറഞ്ഞാൽ ആരംഭമാ, ഉണ്ടാക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആരംഭമാ. ഉണ്ടായതിന് ആരംഭമുണ്ട്, ആരംഭമുള്ളതിന് അവസാനമുണ്ട്. തുടക്കമുള്ളതിന് ഒടുക്കമില്ലേ, ജനനമുള്ളതിന് മരണമില്ലേ, ജയന്തിയുള്ളതിന് സമാധിയില്ലേ. ഇതിനെല്ലാം അതീതമായി വർത്തിക്കുന്നവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സർവത്തിനു മുൻപേ ഉള്ളവൻ.
ഉള്ളവൻ എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്തവൻ, ഒടുക്കമില്ലാത്തവൻ, അങ്ങനെ ഒരുവൻ. അതാ എല്ലാറ്റിനും മുൻപേ. അങ്ങനെയാണെങ്കിൽ എല്ലാറ്റിനും മുമ്പേ ഉള്ളവനായതുകൊണ്ടാണ് ഈ എല്ലാറ്റെയും നിർമ്മിക്കാൻ അവന് കഴിഞ്ഞത്. അതുകൊണ്ട് സൃഷ്ടിതാവായ ദൈവം, സർവ്വത്തിനും മുൻപേ ഉള്ളവൻ. ആ 17 വാക്യം, കൊലോസ്യർ 1:17. ഇവിടെ ഇരിക്കുന്ന സകല പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. മക്കളെ, നിങ്ങളുടെ ജീവിതവുമായി ജീവിതഗന്ധിയായി വിശ്വാസത്തോടെ വാഗ്ദത്തമായി ഏറ്റെടുക്കേണ്ട അടുത്ത വരി നോക്കിക്കേ. കൊലോസ്യർ 1:17 അടുത്ത് പറയുന്നു, സർവ്വത്തിനും ആധാരമായവൻ. കണ്ടോ, സർവ്വത്തിനും. ഞാൻ ഓർത്തു അത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സ്വോത്രം പറയുമെന്ന് വിചാരിച്ച്. സർവ്വത്തിനും കർത്താവ് ആരാന്നാ എന്ന് പറഞ്ഞ അടിസ്ഥാനമായവൻ, സർവ്വത്തിനും ആധാരം. പേടിക്കണ്ട മമ്മി, പേടിക്കണ്ട. തലമുറയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. മനസ്സിലായോ? നിന്റെ ഭാവിയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. യൂട്രസിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. കിഡ്നിയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. ഹാർട്ടിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. അത് ഏതെങ്കിലും ഡോക്ടറുടെ കയ്യിലല്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകാരുടെ കയ്യിലല്ല, ഹോസ്പിറ്റൽ മുതലാളി വർഗത്തിൻ്റെ കയ്യിലല്ല. നിന്റെ കിഡ്നിയും നിന്റെ യൂട്രസിൻ്റെയും തലച്ചോറിൻ്റെയും ഒക്കെ ആധാരം അത് സൃഷ്ടിതാവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്തെങ്കിലും മൂക്കേപ്പനി വരുമ്പോഴേ ഓടി അങ്ങോട്ട് കയറി ചെന്ന് തരുന്നത് വാങ്ങിച്ച് സ്വോത്രം പറഞ്ഞ് കുലുക്കി കുടിക്കുന്നതല്ല പെന്തക്കോസിൻ്റെ ആദർശം. അതിനെന്നാ സ്വോത്രം പറയാത്ത? രോഗശയ്യയിലെനിക്കു എന്ന് പാടിത്തുടങ്ങിയാൽ നമ്മുടെ പ്രകൃതം മാറുമല്ലോ. മറ്റേ അടിപ്പിണരുകളാൽ എനിക്ക് എന്തോ വന്നിരിക്കുന്നു, സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം വന്നിരിക്കുന്നുള്ള വാക്യവും ഈ പാട്ടും രോഗശയ്യയിൽ എന്നുള്ള പാട്ടും ഒക്കെ പാടിക്കൊണ്ട് പോയി മുറി വാടകയ്ക്കെടുത്ത് അവിടെ അട്ടപ്പേർ കിടക്കുക. അങ്ങ് പാസ് അവിടെ ചെന്ന് പ്രാർത്ഥിക്കണം. അത് ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോലെ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കണം, ശ്വാസിച്ച് പ്രാർത്ഥിക്കണം എന്നാ പറയുക. നില മെച്ചമാകാൻ പോയതാ. നമ്മുടെ നില മെച്ചമായോ? ഇല്ല. ഹോസ്പിറ്റൽ നടത്തുന്ന മുതലാളിയുടെ നില മെച്ചമായി, നമ്മുടെ നില പരുങ്ങല്ലായി. പണ്ട് ഹോസ്പിറ്റലിൽ ഒറ്റ നിലയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കിഡ്നി യൂട്രസും ഒക്കെ കൊണ്ട് കൊടുത്തപ്പോൾ 2-3 നില ഇപ്പോൾ പണിത് മുകളിലോട്ട്. പണ്ടും ചുമ്മാ നമുക്ക് സ്റ്റെപ്പ് അങ്ങോട്ട് കയറിയാൽ ഡോക്ടറെ കാണാമായിരുന്നു. ഇപ്പം ലിഫ്റ്റ് കയറിയെങ്കിലും ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ, നമ്മുടെ വാർഡിൽ പോകാൻ പറ്റുള്ളൂ. ആരുടെ നിലയാണ് നന്നായി എന്ന് പറ, നിങ്ങൾ പറ. ഹോസ്പിറ്റൽ മുതലാളിയുടെ നില നന്നായി. നമ്മുടെ നില എന്തുവായെന്നറിയാമോ? ആകയൽപ്പ നേരം എന്നും പറഞ്ഞൊരു വാനിൽ ഇങ്ങനെ വരിക. അതെ, അവൻ വാനിലെത്രയോ വരുന്നത്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? വാനിൽ വരുന്നവൻ. ഇതൊക്കെയാണ് നമ്മുടെ ഇടപാട്. നമ്മുടെ പാട്ട് വേറെ, നമ്മുടെ പ്രസംഗം വേറെ, നമ്മുടെ വാക്യം വേറെ, നമ്മളെ നെഞ്ചോടടുപ്പിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വേറെ, നമ്മുടെ ജീവിത രീതി ഒന്ന് വേറെയാ. സർവത്തിൻ്റെയും ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. സാമ്പത്തിക ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. വിശ്വസിക്കാൻ പറ്റുമോ? വട്ടിപ്പലിശക്കാരൻ്റെ കൊള്ളപ്പലിശക്കാരൻ്റെ പുറകെ പോകാതെ നമ്മുടെ സാമ്പത്തിക കാര്യത്തിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. നിന്റെ മണ്ണിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. നിന്റെ വീടിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. നിന്റെ പെൺകുഞ്ഞിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. നിന്റെ മകൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. ദൈവദാസന്മാർ കേൾക്കണം, ശുശ്രൂഷയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണെന്ന്. സുവിശേഷ വിരോധി മുൻപിൽ വരച്ച വരക്കിപ്പുറം കടക്കരുതെന്ന് അവൻ ആക്രോശിക്കുമ്പോൾ, അവൻ ആക്രന്ദനം മുഴക്കുമ്പോൾ നിന്റെ ശുശ്രൂഷയുടെ ഇടപാട് തീർന്നെന്ന് വിശ്വസിക്കരുത്. ശുശ്രൂഷയ്ക്ക് വിളിച്ചവൻ നിന്റെ ശുശ്രൂഷയുടെ ആധാരം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. നിന്നെ ആരുടെയും മുമ്പിൽ വകവരുത്താൻ വിട്ടുകൊടുക്കത്തില്ല. വിശ്വസിക്കുന്നവരെ കാരമടിച്ച് കർത്താവിനെ സ്തുതിക്ക്. ക്രിസ്തുവിന്റെ ദൈവത്വം ആധാരം കയ്യിലുള്ളവൻ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ആശങ്കകളും ഉത്കണ്ഠകളും മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി ആധാരം കയ്യിലുള്ളവനെ പ്രണയിച്ചോണേ, ആധാരം കയ്യിലുള്ളവനെ മുറുകെ പിടിച്ചോണേ. ചുമ്മാ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് ആരുടെയെങ്കിലും ഔദാര്യത്തിൻ്റെ പുറകെ കൈ നീട്ടി നടക്കല്ലേ. ആധാരമുള്ളവനുമായി ബന്ധമായിക്കോണം. ബന്ധം ഒരു ആന്തരിക രമ്യതയായിക്കോണം. അപ്പൊ യേശു ദൈവമോ, ആ ദൈവത്തിൽ നമ്മെ അകറ്റാൻ ശ്രമിക്കുന്ന പാഴായ വ്യർത്ഥമായ ചിന്താഗതികളെ എടുത്തു കളയണം. എത്ര വമ്പൻ താരം പറഞ്ഞാലും തൻ്റെ അടുത്തൊരു ഒറ്റയാൻ പട്ടാളമായി നിന്ന് പറയാൻ എൻ്റെ യേശു ദൈവമാണ്. നിനക്കവനെ ബേത്ലഹേം മുതലേ അറിയാവൂ, പക്ഷെ എനിക്കതിനപ്പുറത്ത് അറിയാം അവനെ. അവൻ്റെ ഉത്ഭവമല്ല, അവൻ പണ്ടേ ഉള്ളവനാണ്. അവൻ ശ്രേഷ്ഠനാ, അവൻ നിമിത്തമാ സകലത് മുളവായത്. ഇതിനെ അണുകിട വ്യതിചലിക്കാൻ നിയന്ത്രിച്ച് നിയോഗിച്ച് പരിപാലിച്ച് പരിരക്ഷിച്ച് ഇതിനൊക്കെ താന മുതൽ അമീബ വരെയുള്ള സകല ജീവജാലങ്ങൾക്ക് മാതത്തിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ. എല്ലാറ്റിൻ്റെയും ആഹാരത്തിൻ്റെ ആധാരം എൻ്റെ കർത്താവിൻ്റെ കയ്യിലല്ലേ. മനസ്സിലായോ? മീൻ വേണ്ടുന്നവയ്ക്ക് മീൻ, പുല്ല് വേണ്ടുന്നവയ്ക്ക് പുല്ല്, മാംസം വേണ്ടുന്നവയ്ക്ക് മാംസം, ചെറിയ പ്രാണികളെ വേണ്ടുന്നവയ്ക്ക് അവ, ധാന്യമണികളെ വേണ്ടുന്നവയ്ക്ക് അവ. ഇതെല്ലാം കൃത്യമായി കൊടുക്കുന്ന ഒരു പരാശാക്തി.
അതുകൊണ്ടാണ് ആധാരം കയ്യിലുള്ളവനെന്ന് പറയുന്നത്. ബോധ്യമായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആശങ്കകൾ മാറ്റണം, ഉത്കണ്ഠകൾ മാറ്റണം. ആധാരം കയ്യിലുള്ളവനെ മുറുകെ പിടിക്കണം. വാഗ്ദത്തങ്ങളെ അങ്ങനെ തന്നെ അങ്ങ് ഏറ്റെടുക്കണം. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവിനെ കാണിക്കുന്നുണ്ട്. ചില ഉത്കണ്ഠകൾ മാറി ഓടുകയാ, ചില ഹൃത്തനങ്ങളുടെ നൊമ്പരങ്ങൾ മാറുക, ചില വിങ്ങലുകൾ മാറുകയാ. എനിക്കിനി ആര്, ഇനി എനിക്ക് എന്ത്, എൻ്റെ അവസ്ഥ ഇനി എന്ത് എന്നുള്ള വിഷാദമായ അവസ്ഥകൾ ഇന്ന് രാത്രി മാറിപ്പോകുക. യെസ്, ഹല്ലേലൂയ. യേശു എങ്ങനെയുള്ള ദൈവമാ? അടുത്ത കേൾക്കണോ? യേശു എങ്ങനെയുള്ള ദൈവം? കൊലോസ്യർ 1:17 മറക്കല്ലേ. അടുത്തത് റോമർ 9:5. വായിപ്പിച്ചാൽ എത്ര നേരം വായിപ്പിക്കണം, അതുകൊണ്ട് വായിപ്പിക്കാതെ പോകും. റോമർ 9:5 വാക്യം. റോമർ 9:5 പറയുന്നത് ഇങ്ങനെയാണ്: അവൻ സർവ്വത്തിനും മീതെ ദൈവമാണ്. സ്വതന്ത്രം എത്ര പേർക്ക് പറയാൻ പറ്റും? അങ്ങനെ സർവ്വത്തിനും മീതെ ദൈവമാണെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാവൂ? സർവ്വത്തിനും മീതെ, സമസ്ത ഭൂതപ്രേത പിശാചുകൾക്കും മീതെ, സകല അധികാര വ്യവസ്ഥകൾക്കും മീതെ, സകല വിധമായ ആധിപത്യ വ്യവസ്ഥിതികൾക്കും മീതെ എൻ്റെ കർത്താവ് നിൽക്കുക. അതുകൊണ്ട് ഇവിടെ ഉയരുന്ന ആധിപത്യങ്ങളും ഇവിടുത്തെ ആക്രോശങ്ങളെയും ഇവിടുത്തെ കിലുകിലിക്കുന്ന കുന്തങ്ങളെയും ഇവിടെ വെട്ടിത്തിളങ്ങുന്ന വായ്ത്തലയുള്ള വാളുകളെയും ഇവിടെ വ്യാപരിക്കുന്ന വിളിച്ചു ചൊല്ലലുകളെയും നേർച്ച കാഴ്ചകളെയും ആവാഹിച്ചു വിടുന്ന ഒരു മൂർത്തിയെയും നീ പേടിക്കേണ്ട കാര്യമില്ല. ഈ മണ്ണ് എൻ്റേതാ, ഈ വീട് എൻ്റേതാ, ഈ നാട് എൻ്റേതാ, നിനക്കെന്നെ കാര്യമെന്ന് അവകാശപ്പെടുന്ന ദുഷ്ടശക്തിയോട് പറ, നിനക്ക് മീതെയാണ് എൻ്റെ കർത്താവ്. നിനക്ക് മീതെയാ. നിന്റെ തോളൊപ്പമല്ല എൻ്റെ കർത്താവ്, നിന്റെ തലയെടുപ്പ് വരെയല്ല എൻ്റെ കർത്താവ്. എൻ്റെ കർത്താവ് നിനക്ക് മീതെയോ. കാലപ്പഴക്കമുള്ള ചില ദുഷ്ടശക്തികൾ ഉണ്ടാകാം. മന്ത്രവാദിയുടെ മന്ത്രോച്ചാരണത്തിന്റെ അക്ഷരക്കൂട്ടിൽ കുരുങ്ങി നിൽക്കുന്ന ചില ദുഷ്ടഭൂത പ്രേതങ്ങൾ ഉണ്ടാകാം. പേടിക്കരുത് നിങ്ങൾ ആരും. ചൊവ്വാഴ്ച വെളിപ്പെടുന്നു ചിലത്, വെള്ളിയാഴ്ച വെളിപ്പെടുന്നു വേറെ ചിലത്, എല്ലായ്പ്പോഴും വെളിപ്പെടുന്നു വേറെ ചിലത്, ഇടവഴിയെ വ്യാപരിക്കുന്ന ചിലത്, നഗരത്തെ വ്യാപരിച്ച് നിൽക്കുന്ന ചിലത്, ശ്മശാനത്തെ ബാധിച്ച് നിൽക്കുന്ന ചില നാണംകെട്ട പിശാച്, ഇതെല്ലാം ഉണ്ടായിരിക്കാം. ഒറ്റയ്ക്ക് പോകുന്നവനെ പേടിപ്പിക്കാൻ നിൽക്കുന്ന ചില ദുഷ്ടവ്യാപാരം. പേടിച്ച് വിശ്വാസി പനി പിടിക്കരുത്. തൻ്റെ ഇടത്തോടെ പറയണം, റോമർ 9:5 എന്നെ നടത്തുന്നത് റോമർ 9:5 പറയണം. കാരണം ദുഷ്ടപിശാചിന്റെ മീതെയാണ്, ആധിപത്യത്തിന്റെ മീതെയാണ്. പുതുതായി അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന സകലവിധ ബില്ലുകൾക്കും മീതെയാണ് എൻ്റെ കർത്താവ്. അധികാരസ്ഥന്മാരുടെ ചിന്താഗതികൾക്ക് മീതെയാണ് എൻ്റെ കർത്താവ്. ഫറവോന്യ വ്യവസ്ഥിതിക്ക് മീതെയാണ് എൻ്റെ കർത്താവ്. ബാബിലോന്യ വ്യവസ്ഥിതിക്ക് മീതെയാണ് എൻ്റെ കർത്താവ്. ദാര്യാവേശിന്റെ എല്ലാവിധമായ ക്രമീകരണങ്ങൾക്കും മീതെയാണ് എൻ്റെ കർത്താവ്. മീതെ മീതെ മീതെ, ആ പദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് വായിച്ച് ആത്മാവിൽ ആരാധിക്കാറുണ്ട്. അവൻ സർവത്തിനും, ആൻറ്റി കേട്ടോ, ഏതെങ്കിലും 1-2 മീതെയല്ല, സർവത്തിനും മീതെ. അങ്ങനെയാണെങ്കിൽ ക്യാൻസറിന് മീതെയാ കർത്താവിൻ്റെ ശക്തി, ട്യൂമറിന് മീതെയാ കർത്താവിൻ്റെ ശക്തി, നീ അനുഭവിക്കുന്ന ശാരീരിക ക്ലേശങ്ങൾക്ക് മീതെയാ. സഹോദരി, നിന്റെ കരൾ വീക്കമെന്ന് ഡോക്ടർ കണ്ടെത്തിയ സ്കാനിങ് ഉണ്ടല്ലോ, പേടിക്കണ്ട, അതിന് മീതെയാ കർത്താവ്, അതിന് മീതെയാ. ഓൺലൈനിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ കേൾക്കുന്നുണ്ടോ? ശരീരത്തിൽ രോഗം കണ്ടെത്തിയ ഡോക്ടർ കണ്ടെത്തിയ സ്കാനിങ് റിപ്പോർട്ട് കണ്ട് പേടിച്ച് വിറച്ച് നീ ഇരിക്കണ്ടെന്ന്, അതിന് മീതെ കർത്താവിന്റെ ശക്തി വെളിപ്പെടും. വിശ്വസിക്കുന്നവരെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു. സമയം നോക്കണ്ട, ഇന്ന് രാത്രി സമയം നോക്കണ്ട. ഈ യോഗം ഇന്ന് രാത്രി തീരാൻ പോവുകയല്ലേ. ഇന്ന് രാത്രി യേശുവിന്റെ ദൈവത്വത്തെ ഏറ്റെടുക്ക. ഒരുക്കാൻ കഴിയുന്ന, കരുതാൻ കഴിയുന്ന, ക്രമീകരിക്കാൻ കഴിയുന്ന, വിളക്കി ചേർക്കാൻ കഴിയുന്ന ഒരു മഹാദൈവം. അപ്പൊ യേശു സർവത്തിനും മീതെ ദൈവമാണ്. യേശുവിന്റെ ദൈവത്വമാ പറയുക. ഈ യേശു ദൈവമല്ലെന്ന് പഠിപ്പിക്കുന്നവരോട് പോയി പണി നോക്കാൻ പറയണം. എൻ്റെ കർത്താവിനെ ഞാൻ അറിഞ്ഞതല്ല, അനുഭവിച്ചറിയുക. എൻ്റെ കർത്താവിനെ കുറിച്ച് എനിക്ക് ബൗദ്ധിക ചിന്ത മാത്രമല്ല, എൻ്റെ കർത്താവിനെ കുറിച്ച് എനിക്ക് സൈദ്ധാന്തിക ബോധം മാത്രമല്ല. എൻ്റെ കർത്താവ് ദൈവമാണെന്നുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവിൽ അനുഭവിക്കുന്നു, ഞാൻ എൻ്റെ ദാമ്പത്യത്തിൽ അനുഭവിക്കുന്നു, ഞാൻ എൻ്റെ സാമ്പത്തികത്തിൽ അനുഭവിക്കുന്നു. അത് പറയാൻ നമുക്ക് കഴിയണം. ചങ്കതല്ലി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഈ മഹാദൈവം പ്രവർത്തിക്കാൻ പോവുക. ഈ ദിവസങ്ങളിൽ കുറിച്ചു വെച്ചോ നെഞ്ചുരുക്കി പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി, കർത്താവിൻ്റെ കയ്യൊപ്പ്, സർവത്തിനും മീതെയുള്ളവൻ്റെ കയ്യൊപ്പ് വീഴാൻ പോവുകയാണെന്ന്. യെസ്, ഒരു ദുർവ്യാധി പിടിച്ച് നീ കിടപ്പിലായിപ്പോയി, എഴുന്നേൽക്കത്തില്ലെന്ന് കാതോരം പറഞ്ഞു നടന്നവരുടെ മുമ്പിൽ നിന്റെ നാട്ടല് ഉറപ്പിച്ച്, നിന്റെ നെഞ്ച് വിരിച്ച്, നിന്റെ തല കുനിയാതെ നിവർത്തി നടത്തുന്ന ഒരു ദൈവകൃപയുടെ വ്യാപാരമുണ്ടെന്ന്.
ഷഗമനദരദിയലക ശംധരാധന യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ദൈവകൃപ വ്യാപരിക്കപ്പെടട്ടെ. ചില വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ കയ്യൊപ്പ് വീണ് കഴിഞ്ഞു. ഈ യോഗ കഴിയുമ്പോൾ നീ ചിലത് അറിയാൻ പോവുക. വീട്ടിൽ ചെല്ലുമ്പോൾ നീ അറിയാൻ പോവുക. നിന്റെ ഫോൺ ശബ്ദിക്കാൻ പോവുകയാണ്. നിന്റെ ഫോൺ ശബ്ദിക്കാൻ പോവുക. ചില കാര്യങ്ങൾക്ക് നടപടി ഉണ്ടായി എന്ന് കർത്താവ് വെളിപ്പെടുത്താൻ പോവുക. കാരണം അവൻ സർവ്വത്തിനും മീതെ. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ ദൈവത്വം കേൾക്കണോ? യെശയ്യാപ്രവചനം 9:6 അവൻ വീരനാം ദൈവമാണ്. എങ്ങനെയുള്ള ദൈവമാ? വീരനാം ദൈവമായതുകൊണ്ട് വീര്യം പ്രവർത്തിച്ചേ പറ്റൂ. വീരനാം ദൈവത്തിന് മാത്രമേ വീര്യം പ്രവർത്തിക്കാൻ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ ചില വീര്യപ്രവർത്തികളെ ചെയ്യാൻ വഴി അടഞ്ഞു നിൽക്കുന്നവരോട് വഴി മാറിയിട്ട് യാത്ര ചെയ്യേണ്ടതിൻ്റെ പുതിയ വഴി തുറക്കാൻ, ചെങ്കടലിനടിയിലൂടെ ഒരു നടവഴി ഉണ്ടാക്കാൻ, അതാ വീര്യപ്രവൃത്തി. 4ാം തലമുറ ഭാഗമായിട്ടും വിടത്തിൽ നിന്ന് ബാധിച്ച് നിൽക്കുന്ന ഫറവോന്യ വ്യാപാരത്തെ വഴിമാറ്റി തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ചൊരു വീര്യപ്രവൃത്തി ഉണ്ടല്ലോ. യെസ്, 70 വർഷം കൊണ്ട് ബാബിലോന്യ പ്രവാസം മാറുമെന്ന് യിരെമ്യാവിനെ കൊണ്ട് എഴുതി വെച്ച ദൈവാത്മാവിൻ്റെ പ്രവചന ലിഖിതമുണ്ടല്ലോ. അത് വായിച്ച ദാനിയേൽ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു. 70 വർഷം ആകാറായി, തീരാൻ പോവുക നമ്മുടെ പ്രവാസം. നമ്മൾ യാത്രയാകാൻ പോവുക. പക്ഷെ വിടത്തിൽ നിന്ന് വാദിക്കുന്നതായിരിക്കുന്ന ബാബിലോന്യ ശക്തിയെ താറുമാറാക്കി അവിടെ നിന്നൊരു വിടുതൽ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ, നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ, എസ്രായുടെ നേതൃത്വത്തിൽ പുനഃസ്ഥാപനത്തിന്റെ കാലമുണ്ടാക്കിയ ദൈവശക്തിയുടെ വ്യാപാരം ഒരു പുനഃസ്ഥാപനത്തിലേക്ക് നയിക്കാൻ പോവുക. ചിലരെ വീര്യപ്രവൃത്തിയുടെ സഭയ്ക്കകത്തൊരു പുനഃസ്ഥാപനം വരുത്താൻ പോവുക ദൈവം. ചില കുടുംബങ്ങളൊരു പുനഃസ്ഥാപനം വരുത്താൻ പോവുക. പള്ളി വേണ്ട, പട്ടം വേണ്ട, പാസ്റ്റർ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ആലക്ഷ്യ മനോഭാവത്തോടെ ഇരിക്കുന്ന ആച്ചായനെ തൊടാൻ പോവുക. ആൻറ്റി ഈ ദിവസങ്ങളിൽ ഈ വീട്ടിനകത്തൊരു പുനഃസ്ഥാപനം വരുത്താൻ പോവുക. ഈ കൺവെൻഷൻ കഴിയുന്നതോടെ ആത്മീയതയ്ക്ക് ഒരു പുനഃസ്ഥാപനം ഉണ്ടാകാൻ പോവുക. നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്നവന് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ ദൈവത്വത്തിന്റെ വേറൊരു വാക്യം കേൾക്കണോ? ഈ വാക്യങ്ങളൊക്കെ മനഃപ്പാഠമാക്കണേ. ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഉരുവിടാൻ പറ്റണേ ഈ വാക്യങ്ങളൊക്കെ. പ്രാർത്ഥനാ മുറിയിൽ ഈ വാക്യങ്ങളൊക്കെ ഉരുവിടണേ. പിശാചി കാതിൽ ഓതിത്തരുന്ന ചില കിന്നാരങ്ങൾ കേട്ട് പേടിച്ച് വിറച്ചു പോകല്ലേ. പ്രൈസ് ദി ലോർഡ്. പിശാചെന്നും ബന്ധനമൊന്നും കെട്ടെന്നും ആഭിചാരമൊന്നും കേൾക്കുമ്പോൾ മുട്ടുതമ്മി കൂട്ടായ്മയായി പോകല്ലേ. ഈ വാക്യങ്ങൾ ആകതാരിലും ഏറ്റെടുക്കണം. പിശാചി നിനക്കറിയത്തില്ല തീത്തോസ് 2:12, നിനക്കറിയത്തില്ല യെശയ്യാ 9:6. എൻ്റെ കർത്താവ് സർവ്വത്തിനും മീതെയാണെന്ന് റോമർ 9:5 നിനക്കറിയാമോ? ആ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. വെളിപ്പാട് ദിവസം 1:9 നോക്കി, വെളിപ്പാട് ദിവസം 1:8 നോക്കിക്ക്. വെളിപ്പാട് 1:8 പറയുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. അപ്പൊ കർത്താവ് എങ്ങനെയുള്ള ദൈവമാ? സർവശക്തനാണെന്ന്. സർവശക്തൻ, അസാധ്യതകളെ സാധ്യമാക്കുന്നവൻ. ഹല്ലേലൂയ. 89 വയസ്സുള്ള അമ്മാമയ്ക്ക് ഒരു ആലോചന കിട്ടി. ഒരാണ്ട് കഴിഞ്ഞ് ഞാനിതിൽ വരുമ്പോൾ നീ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളും. അപ്പോൾ അമ്മാമയ്ക്ക് എത്ര വയസ്സായി? 90 വയസ്സ്. 99 വയസ്സുള്ള അച്ചായൻ്റെ മുഖത്ത് നോക്കി പറയുക, ഒരു വർഷം കഴിയുമ്പോൾ ഞാനിതിൽ വരും, നീ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളും. ദത്തെടുക്കുമെന്നല്ല, ഏതെങ്കിലും അനാഥശാലയിൽ നിന്ന് നീ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുമെന്നല്ല പറഞ്ഞത്. 89 90-ലെത്തിയപ്പോൾ, 99 100-ലെത്തിയപ്പോൾ ടർക്കിയിൽ പൊതിഞ്ഞൊരു കുഞ്ഞുമായി നിൽക്കുക ദമ്പതികൾ, വൃദ്ധ ദമ്പതികൾ. ആരാ അതിൻ്റെ പിന്നിലെന്നറിയാമോ? സർവശക്തൻ്റെ കരുത്ത. പ്രൈസ് ദി ലോർഡ്. അസാധ്യമെന്ന് കരുതുന്ന മേഖലകളെ ധന്യമാക്കാൻ കഴിയുന്ന ദൈവശക്തിയുടെ വ്യാപാരം. നിന്റെ ഹല്ലേലൂയ ആഗ്രഹങ്ങൾ സാധ്യമാകത്തില്ല. ഈ സാധ്യമാകാത്ത ആഗ്രഹവുമായി നീ മണ്ണടിഞ്ഞ് പോകത്തെ ഉള്ളുന്ന സാത്താൻ വിധി എഴുതുമ്പോൾ അതിനെ തിരുത്തി എഴുതാൻ കഴിയുന്നവൻ്റെ പേരാ ഞാൻ പറഞ്ഞത്, സർവശക്തനായവൻ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സർവശക്തൻ പരമാധികാരി കൂടിയാ. അതിൻ്റെ തിയോളജി കേൾക്കണം. സർവശക്തൻ ആര് കൂടിയാ? പരമാധികാരി കൂടിയാണ്. സ്തോത്രം. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടെ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് 3 പേരും കൂടെ പുറപ്പെടാൻ നേരമായി. വീട്ടിനകത്തിരുത്തി കൊടുക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് മുറ്റത്തിലച്ചാർത്തുള്ള കരുവേലക വൃക്ഷത്തിൻ്റെ കീഴിലിരുത്തി സൽക്കരിച്ച് 3 ഇടങ്ങഴി മാവ്, അതിൻ്റെ അപ്പം, ഒരു കാളക്കിടാവിൻ്റെ കറി. ഉണ്ടോ? 3 ഇടങ്ങഴി മാവിൻ്റെ അപ്പത്തിന് ഒരു കാളക്കിടാവിൻ്റെ കറി, പിന്നെ വെണ്ണയും പാലും എല്ലാം കൂടെ വിളമ്പി. ആരാ വിളമ്പിയെന്ന് ശുശ്രൂഷിച്ചതും പറ. സഹോദരിമാർ പറഞ്ഞു, ആരാ വിളമ്പിയെന്ന് ശുശ്രൂഷിച്ചത്? മിണ്ടുന്നില്ലല്ലോ. അബ്രഹാം ശുശ്രൂഷിച്ച് നിന്നു. അമ്മാമ്മ അങ്ങോട്ട് വന്നതേയില്ല. ചില അമ്മാമ്മമാരങ്ങനെ, നിങ്ങൾ കൊണ്ടുകൂടും, ഞാൻ കൊണ്ട് വരുന്നില്ല.
ചില വീട്ടിൽ മൊത്തത്തിൽ അമ്മമ്മയുടെ വ്യാപാരമാണ്. ഒരു കഷ്ണം കൂടെ കഴിക്കും പാസ്, ഓ പാസക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അങ്ങനെ കഴിച്ചാട്ടെ. അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ച് ദേവദാസന്മാരെ സൽക്കരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യം എന്താണെന്നറിയോ, ഉപദേശവർഗത്തിൻ്റെ ഒരു വലിയ ഭാഗ്യം എന്താണെന്നറിയോ, ഏത് രാജ്യത്ത് ഏത് അടുക്കള വേവുന്ന സാധനം ദഹിക്കുന്ന ഒരേ ഒരു വയർ ഉപദേശിയുടെ വയറാണ്. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, തിന്നാൻ നടക്കുകയാണെന്ന് ചുമ്മാ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല, അതിനൊരു ഭാഗ്യം വേണം. നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലും കഴിച്ചാൽ കുഴപ്പമായി മാറും. ഞങ്ങൾക്ക് അങ്ങനൊരു പ്രശ്നമില്ല. ഈ വയർ ഇൻ്റർനാഷണൽ സ്റ്റൊമക്കാണ്, അറിയാമോ? ഏത് അടുക്കളയിലും ദഹിക്കുന്ന ഒരു വയറായത് ദൈവം ആശീർവദിച്ച് വിട്ടതാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദേ 3 പേരും കൂടെ കഴിക്കുക. ഒരു 3 അടങ്ങടി മാവിൻ്റെ അപ്പം, പിന്നെ ഒരു കാളക്കിടാവിൻ്റെ കറി, വെണ്ണാപ്പാല്. അബ്രഹാം ശുശ്രൂഷിച്ച് നിന്നു. തൃപ്തരായി കഴിഞ്ഞ് കയ്യും കഴുകി പോകാൻ നേരത്ത് 3 പേരും കൂടെ അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ഒറ്റ ചോദ്യം, നിൻ്റെ ഭാര്യ സാറായി എവിടെ? അപ്പോൾ അതുവരെ അമ്മമ്മ ഇങ്ങോട്ട് വന്നില്ലെന്നുള്ളത് മനസ്സിലായോ? സകല അമ്മമ്മമാർക്ക് മനസ്സിലായോ? 3 ഉപദേശമാരെ നിന്ന് കഴിച്ച് തീരുന്നിടം വരെ അമ്മമ്മ എന്ത് ചെയ്തില്ല, ഇങ്ങോട്ട് വന്നതേയില്ല. അപ്പോഴതുകൊണ്ട് അവരോടൊരു ചോദ്യം, എൻ്റെ ഭാര്യ സാറായി എവിടെ? ഞങ്ങൾ ഉപദേശമാരെ ഈ ചോദ്യം തിരിച്ചാണ് ചോദിക്കുന്നത്, അമ്മമ്മ അച്ചായൻ എവിടെ? കാരണം ചെല്ലുന്നിടത്ത് അച്ചായൻ കാണത്തില്ല. അമ്മമ്മ പറയും, ഇവിടെ കണ്ടേ കുണ്ടറലോട്ട് കണ്ട് ഇറങ്ങിയതായിരിക്കും പാസ്, ഇരിക്കും ഇപ്പോൾ വരും, പശുവിനെ അങ്ങോട്ട് അടിച്ച് കെട്ടാൻ പോയതാണ്. അപ്പോൾ എവിടെയെന്ന് ഞങ്ങൾ ചോദിക്കുന്ന അച്ചായൻ എവിടെയെന്നാണ്. സ്തോത്രം. പക്ഷേ ഇവിടെ ചോദ്യം, എൻ്റെ ഭാര്യ സാറായി എവിടെ? എന്താ എൻ്റെ കാരണം എന്നറിയോ? പറയാം. എൻ്റെ ചരിത്ര പശ്ചാത്തലം അറിയണം വേദവിദ്യാർത്ഥികൾ. വിവാഹം കഴിഞ്ഞ് 20 വർഷത്തിനകത്തൊരു സ്ത്രീ പ്രസവിക്കുന്നില്ലെങ്കിൽ അവൾ വന്ധ്യയായി പരിഗണിക്കപ്പെടും. വന്ധ്യയായി പരിഗണിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൾ പുറത്തിറങ്ങരുത്. അവൾക്ക് വേണ്ടി ഒരു മുറി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ കൂടാരം എന്നൊക്കെ പറയുക. ഔട്ട് ഹൗസ് പോലെ ഒരെണ്ണം പുറകിലുണ്ടാവും, പിന്നാമ്പുറത്ത് ഒരു കൊച്ചു മുറി ഉണ്ടാവും. അവിടെ സാധന സാമഗ്രികൾ വയ്ക്കാൻ, ഒരു കട്ടിലിടാൻ ഒക്കെയുള്ള പാകത്തിനൊരു കുഞ്ഞുമുറി, അതിനകത്ത് അവൾ കഴിഞ്ഞുകൂടണം. ഇരുട്ട് മാറുന്നതിന് മുമ്പേ വന്ന് പൂമുഖം മുറ്റമെല്ലാം തൂത്ത് വൃത്തിയാക്കി അകത്ത് കയറിക്കോണം. പിന്നെ സന്ധ്യയായി കഴിഞ്ഞിട്ട് അവൾക്ക് അവിടെ വരാൻ പറ്റും. ആരെങ്കിലും വീട്ടിൽ വിരുന്നുകാർ വന്നാൽ അവരെ സൽക്കരിക്കാൻ, എന്നാ ഉണ്ട് വിശേഷമൊന്നും ചോദിക്കാനൊന്നും അവൾ പുറത്തിറങ്ങരുത്. ആ വീട്ടിൽ വേറെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കൊഞ്ചിക്കാനും ലാളിക്കാനൊന്നും അവൾ പോകരുത്. ഹമ്മുറബിയുടെ തിക്തമായ നിയമസംഹിതയാണ്. രാവിലെയും വൈകിട്ടുമാണ് നാട്ടുകാർ വെള്ളം കോരാൻ പൊതുകിണറ്റിലേക്ക് പോവുക. ആ സമയത്ത് ഇവൾ പാത്രം കൊണ്ട് വെള്ളം കോരാൻ പോകാൻ പാടില്ല. അവൾ പോകേണ്ടത് വിജനമായി, വഴി വിജനമായി, ആളൊഴിഞ്ഞ നേരം, നട്ടുച്ച നേരത്താണ് അവൾ വെള്ളം കോരാൻ പോകേണ്ടത്. ഒരു പാത്രം കൊണ്ടൊരു സ്ത്രീ നട്ടുച്ച നേരത്ത് പൊതുകിണറ്റിലേക്ക് വെള്ളം കോരാൻ പോയാൽ അവളെക്കുറിച്ച് നിങ്ങൾക്ക് 3 വിചാരങ്ങളുണ്ടാകുക. ആ 3-ൽ ഏതെങ്കിലും ഒന്ന് ശരിയാവും. ഒന്നുകിൽ അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, ഒരു വേശ്യയാണ്. അതല്ലെങ്കിൽ അവൾ രക്തസ്രവക്കാരി സ്ത്രീയാണ്. അതുമല്ലെങ്കിൽ അവളൊരു വന്ധ്യയാണ്. ഈ 3 പേർക്കുമാണ് നട്ടുച്ച നേരത്ത് വെള്ളം. അധികം തിരക്കില്ല, ഈ ഗ്രൂപ്പ് മാത്രമേ അവിടെ വരികയുള്ളൂ. ഇതാണ്. അപ്പം മനസ്സിലായല്ലോ എന്താ വിരുന്നുകാർ വന്നപ്പോൾ വരാത്തതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. വന്ധ്യയാണെന്നുള്ള അവബോധം, ആ ഒരു കുറ്റബോധം, ആ ഒരു ജാള്യത, ആ ഒരു പരിഹാസം സമൂഹം അനുവദിക്കുന്നില്ല. വിളമ്പാനും കൊടുക്കാനും ഒന്നും വെച്ചുണ്ടാക്കാം, വിളമ്പാൻ പാടില്ല. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ചോദ്യവും ഉത്തരവും അതിന് പ്രത്യുത്തരവും കൂടെ കേട്ടുപോകണം ഇന്ന് രാത്രി ദൈവമക്കൾ. ഒന്നാമത്തെ ചോദ്യം ഇതാ, നിൻ്റെ ഭാര്യ സാറായി എവിടെ? അപ്പോൾ അതിന് മറുപടി, അവൾ കൂടാരത്തിലുണ്ട്. അതിന് പ്രത്യുത്തരം, ഒരാണ്ട് കഴിഞ്ഞ് ഞാനിതിൽ വരുമ്പോൾ നീ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളു. ആ ചോദ്യം ഉത്തരവും കൂടെ എങ്ങനെ പൊരുത്തപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിൻ്റെ ഭാര്യ സാറായി എവിടെ? അവൾ കൂടാരത്തിലുണ്ട്. ഒരാണ്ട് കഴിഞ്ഞ് ഞാനിതിൽ വരുമ്പോൾ അവളൊരു കുഞ്ഞിനെ അണയ്ക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഇത്രയും മഹനീയമായിരിക്കുന്നൊരു വിരുന്ന് സൽക്കാരം ഇവിടെ നടന്നിട്ട് അവൾ ഇങ്ങോട്ട് വരാതിരുന്നത് കുഞ്ഞില്ലെന്നുള്ള കാരണത്താലാണ്. ആ പ്രശ്നത്തിന് ഞാൻ അങ്ങ് പരിഹാരം ഉണ്ടാക്കാൻ പോവുക. ഇനിയും നിന്റെ ഭാര്യ സാറായി എവിടെ എന്ന് ചോദിച്ചത് അവർ അവനോടെന്നാ, ബഹുവചനത്തില, അവർ അവനോട്. നിന്റെ ഭാര്യ സാറായി എവിടെയെന്നു 3 പേരും കൂടെ ചോദിക്കുക. അതിന് മറുപടി അബ്രഹാം പറയുന്നു, അവൾ കൂടാരത്തിലുണ്ട്. അതിനും മറുപടിയായിട്ട് ഈ 3 പേരിൽ ഒരുവൻ നിന്ന് പറയുന്നു, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൽ വരുമെന്നല്ല, ഞാൻ ഇതിൽ വരും. ഞാൻ എത്ര പേർക്ക് മനസ്സിലായി? ഞങ്ങൾ ഇതിൽ വരുമെന്നല്ല, പിന്നെ ആര് വരുമെന്ന? ഞാൻ ആരാന്നറിയാമോ? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവനാണ്. അസാധ്യതകളെ സാധ്യമാക്കാൻ കഴിയുന്നവനാ. നിന്റെ 89 വയസ്സ് 99 വയസ്സൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. യഹോവയാൽ കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ? അവിടെ വേദപുസ്തകത്തിൽ എവിടെങ്കിലുമൊക്കെ ദൈവമായ യഹോവ ഞാൻ
എന്ന് പറയുന്നുണ്ടെങ്കിൽ നിൽക്കണം അവിടെ, ചിന്തിക്കണം. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ എൻ്റെ വലങ്ങൾ കൊണ്ട് നിന്നെ താങ്ങും എന്നൊക്കെ പറയുന്ന ആ ഞാൻ പ്രയോഗമുണ്ടല്ലോ, അത് സർവശക്തിയുടെ വിളംബരമാണെന്നറിയണം. അതാ നമ്മുടെ കർത്താവ്. അബ്രഹാമിൻ്റെ വീട്ടിൽ വിരുന്ന് വന്നത് കർത്താവിൻ്റെ പഴയ നിയമ പ്രത്യക്ഷതയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. അതേ കർത്താവ് തന്നെയാണ് പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, ഞാൻ പുനരുദ്ധാനമാണ്, ഞാൻ ജീവനാണ്, ഞാൻ വാതില, ഞാൻ ഇടയനാണ് എന്നൊക്കെ പറയുന്ന, ഞാൻ സത്യമാണ് എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ ഈ ഞാൻ 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 എന്ന പ്രയോഗമുണ്ട്. അത് സർവശക്തനായതുകൊണ്ട് പറയുന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവ് സർവശക്തനാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് നീ ഉള്ളിൻ്റെ ഉള്ളിൽ നൊമ്പരമായി കൊണ്ടു നടക്കുന്ന ചില വിഷയങ്ങളെ ഈ ഞാൻ എന്നവൻ കയ്യേറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ, നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്താൻ അവന് കഴിയും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിന്റെ സന്താനങ്ങളുടെ മേൽ, നിന്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ നന്മയുടെ മേൽ വാതുകെട്ടി നിന്ന് പോരാടുന്ന ചില ദുഷ്ടവ്യാപാരങ്ങളുണ്ട്. പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഒത്തിരി നടത്തി, പക്ഷേ ഒരു പ്രയോജനമില്ല. സർവശക്തനായവൻ പറയുന്നു, ഞാൻ ഒരാണ്ട് കഴിഞ്ഞ് ഇതിൽ വരും, നിന്റെ ഗർഭഫലത്തെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ ആക്ഷേപം ഞാൻ മാറ്റും. അങ്ങനെയാണ് നിങ്ങളൊരു ഒരു 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 ചിന്തയിലേക്ക് വന്നേ. ഈ നട്ടുച്ച നേരത്ത് പൊടി നിറഞ്ഞ വഴിയിലൂടെ നടന്നു വന്നത് അപ്പവും കറിയും കഴിക്കാനല്ല, പിന്നെ എന്തിനാ വന്നേ? ആക്ഷേപത്തിൻ്റെ കൂടാരത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാനാണ്. ഇന്ന് രാത്രി കൺവെൻഷനിൽ ദൂത് പറയാൻ ദൈവാത്മാവിനെ നിർബന്ധിക്കുന്നുണ്ട്. ചില ആക്ഷേപത്തിൻ്റെ കൂടാരത്തിനകത്ത് തമ്പടിക്കപ്പെട്ട, താളച്ചിടപ്പെട്ട ചില വ്യക്തികളെ കർത്താവ് തുറന്ന് പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആ ദൈവത്തിൻ്റെ പേരാണ് സർവശക്തിയുള്ള ദൈവം. നിനക്ക് പുറത്തിറങ്ങാൻ നിർവാഹമില്ലാത്ത വിധം നിന്നെ അടച്ചിട്ടിരിക്കുന്ന മേഖലയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവശക്തിയുടെ വ്യാപാരം. ഹല്ലേലൂയ. 1 യോഹന്നാൻ ലേഖനം 5:20 ക്രിസ്തു സത്യദൈവമാണെന്ന് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 5:20 സത്യദൈവമാണ്. ഹല്ലേലൂയ. ഈ വാക്യങ്ങളെല്ലാം കൂടെ കോർത്തിണക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യേശു ആരാന്ന? ദൈവമാണ്. യേശു മഹാദൈവമാ, സത്യദൈവമാ, സർവശക്തിയുള്ള ദൈവം, വീരണാം ദൈവമാ. യേശു സർവത്തിനും മുമ്പേ ഉള്ള ദൈവമാ, സർവത്തിനും മീതെ ഉള്ള ദൈവമാണ്. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കവലയിൽ എത്ര പേര് യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ട്? ഈ ദൈവത്വത്തിൻ്റെ അംഗീകരണമില്ലെങ്കിൽ ഈ ദൈവത്വ നിഷേധമാണ് താങ്കളെ തെറ്റിച്ചു കളയുന്നത്. യേശുവിനെ നബിയായി വിശ്വസിക്കുന്നവർ, യേശുവിനെ ഗുരുവായി വിശ്വസിക്കുന്നവർ, യേശുവിനെ നേതാവായി വിശ്വസിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ താങ്കൾ തെറ്റിപ്പോകാതിരിക്കാൻ വിശ്വസിച്ചോണം യേശുവിൻ്റെ ദൈവത്വം. ഇത് ഞങ്ങൾക്ക് കുണ്ടറയോട് വിളംബരം ചെയ്യാനുള്ള സംഗതിയാണ്. നീ ദൈവം ഉണ്ടാക്കുന്നൊരു കുണ്ടറയുണ്ട്, അറിയാമോ? അതിനകത്ത് അടയ്ക്കപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിച്ചേ പറ്റൂ. ഈ കുണ്ടറയ്ക്കകത്ത് കമ്പി, കല്ല്, കട്ട, സിമെന്റ്, പെയിന്റ്, തടിയൊക്കെ കൊണ്ട് വർണ്ണാഭമായി വീടുണ്ടാക്കി, റുപ്പീസ് മാത്രമല്ല, റിയാൽ, ദിർഹം, ദറംസ്, ഡോളർ, യൂറോ, പൗണ്ട്, പിന്നെ റുപ്പീസ്, അതുപോലെ ഷെയ്ക്കലടക്കമുള്ള സകല സംഗതികളും സ്വന്തം ഭൂമിയുടെ തണ്ടപ്പേര് നിന്റെ പേരിലാക്കി വെച്ചുകൊണ്ട് ഭൂ ഉടമയായിട്ടൊക്കെ ഇങ്ങനെ വിലസുന്നുണ്ടാകാം. കുണ്ടറ എന്ന പേരുള്ള നാട്ടിൽ കുണ്ടറയിൽ അല്ലാതെ ജീവിക്കുന്നുണ്ടാകാം. പക്ഷെ യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചാൽ ഏറ്റവും വലിയ തെറ്റിലേക്ക് നീ നിവദിക്കും. ദൈവം ഒരുക്കുന്നൊരു കുണ്ടറയുണ്ട്, അതിനകത്തൊന്ന് പുറത്തു വരാൻ നിർവാഹമില്ലാത്ത നിലയിൽ നിത്യദണ്ഡനത്തിലേക്ക് മാറ്റപ്പെടുമെന്നുള്ള സനാതന സത്യം ഈ യോഗ പരമ്പരകളുടെ സമാപന രാത്രി പറഞ്ഞില്ലെങ്കിൽ അത് ഞങ്ങളുടെ മേലുള്ള കുറ്റവും രക്തപ്പഴിയുമാകും. അതുകൊണ്ട് കേട്ടോണേ, യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇനി തെറ്റിപ്പോകാനുള്ള രണ്ടാമത്തെ സാധ്യതയും കൂടെ വേഗം പറയാം. സുവിശേഷത്തെ വികലമായി വ്യാഖ്യാനിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാർ നിമിത്തമാണ് തെറ്റിപ്പോവുക. സുവിശേഷത്തെ വികലമായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. സുവിശേഷം എങ്ങനെയുള്ളതാ? സുവിശേഷം ദൈവത്തിൻ്റെതാണ്. 2 പത്രോസ് 4:17 ദൈവത്തിൻ്റെ സുവിശേഷം എന്നാണ് നമ്മുടെ പ്രയോഗം. 2 പത്രോസ് 4:17 സുവിശേഷത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ സുവിശേഷം, ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണ്. റോമർ 1:1 പറയുന്നു, ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധരേഖകൾ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അപ്പോൾ ദൈവത്തിൻ്റെതാണ് സുവിശേഷം എന്ന റോമർ 1:1 പിന്നെ 1 പത്രോസ് 4 അതിൻ്റെ 17 സുവിശേഷം ദൈവത്തിൻ്റെതാണ്. 1 തിമോഥെയോസ് 1:11 പറയുന്നു, ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം. അപ്പോൾ സുവിശേഷത്തിന് മഹത്വമുണ്ടെന്ന് അവിടെ കാണുന്നുണ്ട്. സനാതന സത്യമാണ് സുവിശേഷം, സത്യസുവിശേഷമാണ്. അങ്ങനെയുള്ള ഈ സുവിശേഷത്തെ വികലമാക്കുന്നത് നിന്നെ തെറ്റിക്കാനാണ്. മനസ്സിലാകുന്നുണ്ടോ? സുവിശേഷത്തെ വികലമായി വ്യാഖ്യാനിക്കുന്നത് എന്തിനു വേണ്ടിയാ?
നമ്മെ തെറ്റിക്കാനാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരാന്നറിയാമോ? ഏതെങ്കിലും ദുരുപദേഷ്ടാക്കന്മാരെന്ന് നമ്മൾ പറയുമ്പോൾ അടിസ്ഥാനപ്രതി പിശാച് തന്നെയാണ്. ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തെ വികലമാക്കി വികൃതമാക്കി നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ തെറ്റിക്കാനാണ്. വികല സുവിശേഷങ്ങൾ 1, 2, 3, 4 ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. വേഗം പരിചയപ്പെടുത്തി നിർത്താം. ദൈവദാസൻ സൈമൺ പാസ്റ്റർ എന്നോട് സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ നിർത്തും. ഈ പുള്ളി എപ്പം നിർത്തുമോ എന്ന് ആശങ്കയില്ല. ചിലരുടെ ആകപ്പാടെ മോഹമൊക്കെ വലിഞ്ഞു മുറുകി വല്ലാതെയായി. വേദോസം കൊണ്ടുവന്നില്ലെങ്കിലും വാച്ചിങ് കെട്ടി വന്നിട്ടുണ്ട് ചില പുള്ളികൾ. അവരൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. ചിലർ മൊബൈലിൽ ഞെക്കി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിർത്താൻ പോവുക എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഇടക്കാല ആശ്വാസത്തിന് വേണ്ടിയാണ്, നിർത്താനൊന്നുമല്ല. സുവിശേഷത്തെ വികലമാക്കുന്നത് നമ്മെ തെറ്റിക്കാനാണ്. അപ്പൊ വികലമായ സുവിശേഷങ്ങൾ ഏതാ? സാത്താന്റെ കയ്യിൽ വികലമാക്കപ്പെട്ടു പോയ സുവിശേഷങ്ങൾ 1, 2, 3, 4 പറയാം. 1, വേറൊരു സുവിശേഷം. ഗലാത്യലേഖനം 1:6 വേറൊരു സുവിശേഷം എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. ആ സുവിശേഷത്തിൻ്റെ വിചിത്രമായ പേര് നോക്കിക്കേ. എന്തെന്നാ? വേറൊരു സുവിശേഷം. നിങ്ങളോട് ഞാൻ പറഞ്ഞ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ എന്തോ ചെയ്തു? മറിഞ്ഞു പോയതിൽ ഞാൻ എന്തോ ചെയ്യുന്നു? ആശ്ചര്യപ്പെടും. ഗലാത്യർ 1:6 ഒരു സുവിശേഷമുണ്ട്. എന്തോ അതിൻ്റെ പേര്? വേറൊരു സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അകത്തും പുറത്തും ശ്രദ്ധിക്കുന്നവർ സുവിശേഷം താങ്കൾ അനുസരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യസുവിശേഷം, ധന്യമായ സുവിശേഷം, ദൈവത്തിൻ്റെ സുവിശേഷത്തിലേക്ക് വരണം. വേറൊരു സുവിശേഷത്തിലേക്ക് വരരുത്. ഇനി കേട്ടോണം, വേറൊരു സുവിശേഷത്തിൽ വേറൊരു യേശുവാണ്. വേറൊരു സുവിശേഷത്തിൽ വേറൊരു ആത്മാവാണ്. വേറൊരു സുവിശേഷം മുൻപോട്ട് വയ്ക്കുന്നത് വേറൊരു പ്രത്യയശാസ്ത്രമാണ്. പക്ഷേ സത്യസുവിശേഷം നിത്യജീവൻ്റേതാണ്. സത്യസുവിശേഷം ഈ ദൈവത്വമുള്ള ക്രിസ്തുവിൻ്റേതാണ്. മനസ്സിലായോ? ബാക്കി വികലമായത്. ഈ ചില സുവിശേഷകർ മണിക്കൂറുകൾ നിന്ന് പ്രസംഗിച്ചാലും പാപത്തെക്കുറിച്ചും ആത്മാവിനെ ബാധിച്ച രോഗമായ പാപത്തെക്കുറിച്ചോ പാപവിമോചനത്തെക്കുറിച്ചോ പറയുന്നില്ല. മുഴ, വീക്കം, താക്കം, മുട്ടൽ, ചതവ്, പൊള്ളൽ, നടുവേദന, നട്ടല് വേദന, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾക്ക് മാത്രം യേശുവിനെ കൊള്ളിക്കാമെന്ന് അവർ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ? ഈ രോഗസൗഖ്യം ഒന്ന് കേൾക്കുമ്പോൾ ജനമങ്ങ് തിക്കി തള്ളുക. പാപപരിഹാരമാണ് യേശു വരുത്തുന്നത്. അപ്പം രോഗപരിഹാരം ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അർത്ഥമില്ല. വിശ്വസിക്കുന്നവൻ്റെ രോഗങ്ങളുടെ പരിഹരിക്കപ്പെടാൻ പറ്റും. പക്ഷേ സത്യസുവിശേഷം മുൻപോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം പാപവിമോചനമാണ്. ആത്മാവിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ മുഴയ പാപം, ആത്മാവിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ശാപമാണ് പാപം. അതിന് പരിഹാരമുണ്ടാകണം. അതിനാണ് നസ്രയനായ ക്രിസ്തു. ഹല്ലേലൂയ, സ്തോത്രം. ഇനിയിപ്പോൾ ക്യാൻസർ മാറിയില്ലെങ്കിൽ എന്നാ കുഴപ്പം? ചില വിശ്വാസികളെ കണ്ടുണ്ടോ? ക്യാൻസറാ, ട്യൂമറാ, പക്ഷേ ഒരാകുലതയില്ല. വലിയ തൻ്റെ ഇടത്തോടെ നിൽക്കുന്നു. ചില അമ്മച്ചിമാരൊക്കെ രോഗക്കിടക്കെ കിടക്കുന്നുണ്ട്, അത്യാവശ്യം നില കിടക്കുക. 2 ചുമക്കിടയിൽ കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂവിൽ 4 അന്യഭാഷ പറഞ്ഞു കളയും. കണ്ടിട്ടുണ്ടോ? എന്നാ പ്രത്യാശയാണെന്നറിയാം. അത് കർത്താവിനെ അങ്ങ് അനുഭവിച്ചറിയുന്നതില്ല. വേറെ ചില അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഉണ്ട്. 2 ചുമക്കിടയിൽ കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂവിൽ മരുമക്കളെയും കൊച്ചുമക്കളെയും മൊത്തത്തിൽ ചീത്ത പറഞ്ഞു കളയും. ഒരുത്തും ഇങ്ങോട്ട് നോക്കുന്നില്ല, ഒരുത്തിനും ഇങ്ങോട്ട് വരുന്നില്ല. വിളിച്ചിട്ട് എത്ര കാലമോ പിന്നെ ചുമക്കുക. ഇടയ്ക്ക് കിട്ടുന്ന ഇൻ്റർവ്യൂവിൽ എല്ലാവരെയും കുറ്റം പറഞ്ഞു കളയും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാ ചിലർക്ക്. സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി, അന്യഭാഷയൊക്കെ പറഞ്ഞു അങ്ങനെ രോഗക്കിടക്കെ അനങ്ങാൻ വയ്യ. പക്ഷേ തൊണ്ടക്കുടിയിൽ അല്പം ഒരു ജീവനുണ്ട്. ആ ജീവനും കൊണ്ട് അവർ സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറിയൊക്കെ പറയും. അത് ക്രിസ്തുവിനെ അനുഭവിക്കുന്നതിനുള്ള പ്രത്യേകതയാണ്. വേറൊരു സുവിശേഷത്തിൽ സമൃദ്ധിയാണ്. വേറൊരു സുവിശേഷത്തിൽ എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക സമ്പന്നതയാണ്. വേറൊരു സുവിശേഷത്തിൽ ശരീരത്തിൻ്റെ ആരോഗ്യവും VIP ആകും. അംബാനിയേക്കാൾ മുമ്പേ നിന്നെ ഓടിക്കുന്നൊരു ദൈവം, അദാനിയേക്കാൾ, ടാറ്റ ബിർളയേക്കാൾ വമ്പൻ താരമാക്കി നിന്നെ കൊണ്ടറയിൽ വിലസുന്ന ഒരു ദൈവം, വിലസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് വേറൊരു സുവിശേഷത്തിലെ യേശു. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന് ഉദാഹരണം കാണിക്കാൻ ഒരു നാണയം കീശയിൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഗിവ് മി എ കോയിൻ എന്ന് പറഞ്ഞ യേശുവാണ്. അതുകൊണ്ട് അവൻ നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുമെന്നോ കടത്തിലേക്ക് കൊണ്ടുപോകുമെന്നോ അല്ല ഞാൻ പറയുന്നത്. നിത്യതയുടെ പ്രത്യാശയിലേക്ക് നിങ്ങളെ വഴിതെളിക്കുന്ന ഒരു യേശു. ആ യേശുവിനെ വേണമെങ്കിൽ വേറൊരു സുവിശേഷത്തിൻ്റെ പുറകെ അല്ല, സത്യസുവിശേഷത്തിൻ്റെ പുറകെ വന്നോണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചോട്ടെ. ഇനിയും മറ്റൊന്ന് കേട്ടെ. 1:7 ഗലാത്യലേഖനം 1:7 പഠന സൗകര്യാർത്ഥമാണ് ഓരോ അധ്യായത്തിനും തന്നെ ചിന്തകളെ തരുന്നത്. ഓക്കെ, ഇത് കേട്ടോണേ. ഗലാത്യലേഖനം 1:7 ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ എന്തോ ചെയ്തു? മറിച്ചു കളഞ്ഞു. അപ്പോൾ അതിനെന്തോ പേരിടാം? മറിച്ചിട്ട സുവിശേഷം. മറിച്ചിട്ട സുവിശേഷം. കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒന്നാമത് എന്താ പറഞ്ഞേ? വേറൊരു സുവിശേഷം, അനദർ ഗോസ്പൽ. രണ്ടാമത് എന്താ പറഞ്ഞേ? മറിച്ചിട്ട സുവിശേഷം. അതിനെ മറിച്ചിട്ട സുവിശേഷം എന്ന് പറഞ്ഞാൽ ഡിസോർഡറായി പോയ സുവിശേഷം, ഓർഡർ തെറ്റിയ സുവിശേഷം. എല്ലാത്തിനും ഒരു ഓർഡർ ഇല്ലേ? ഉണ്ടോ? ഓർഡർ ഉണ്ടല്ലോ. 1 കഴിഞ്ഞാണ് എന്തോ മോളെ? 2 കഴിഞ്ഞ് 3, ഞായർ കഴിഞ്ഞ് തിങ്കൾ കഴിഞ്ഞ് എന്നെ ഓർഡർ. ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞ്
ഉണ്ടല്ലേ, ഓർഡറിലേക്ക് വന്നു കുഞ്ഞുങ്ങളല്ലേ. ഓക്കെ, ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. എല്ലാറ്റിനും ഇങ്ങനെ ഓർഡറുണ്ട്. ഓർഡർ തെറ്റിപ്പോകാൻ പാടില്ല. ഓക്കെ, അപ്പൊ എല്ലാറ്റിനും ഓർഡർ ഉണ്ടെങ്കിൽ സുവിശേഷത്തിനും എന്തോ ഉണ്ട്? ഓർഡറുണ്ട്, കൃത്യമായ ഓർഡറുണ്ട്. ഓർഡർ തെറ്റിയതിനെയാണ് മറിച്ചിട്ട സുവിശേഷം എന്ന് പറയുക. മനസ്സിലായോ? സുവിശേഷത്തിൻ്റെ ഓർഡർ അറിയണോ? വായിച്ച ഒരു സുന്ദരമായ വാക്യം, മർക്കോസിന്റെ സുവിശേഷം 16:16. മർക്കോസ് 16:16. ആ ഓർഡർ എത്ര ഭംഗിയാണ്. വിശ്വസിക്കുകയും, ബാക്കി പറ. അപ്പോൾ എപ്പോഴാണ് സ്നാനം ഏൽക്കണ്ടേ? വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ഓർഡർ. അത് കഴിഞ്ഞ് എന്തോ ചെയ്യണം? ഇതിനെ അങ്ങ് ദോശ മറിക്കുന്ന പോലെ മറിച്ച് തിരിച്ചിടുമ്പോൾ എന്തോ വരും? സ്നാനമേൽക്കുകയും പിന്നെ സമയമുള്ളപ്പോൾ എന്ത് ചെയ്താൽ മതി? അതാ മറിച്ചിട്ട സുവിശേഷം. എത്ര പേർക്ക് മനസ്സിലായി? മിണ്ടുന്നില്ലല്ലോ ആരും. ഒരു സ്വോത്രമെങ്കിലും ഉറച്ചു പറയാം. ഞാൻ മൈക്കിനകത്തോടല്ലേ പറയുന്നത്. അപ്പോൾ പേടിക്കേണ്ട ഞാനല്ലേ, ഞാൻ യാഥാർത്ഥ്യമാണ് പറയുക. വിശ്വസിക്കുക ഒന്ന്. അത് കഴിഞ്ഞ് എന്തോ ചെയ്യണം? വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ വിശ്വസിക്കണം? യേശു ഏകദൈവമാണ്, ഏകരക്ഷകനാണ്, ഏക കർത്താവാണ്. യേശു കാൽവരിയിൽ മരിച്ചത് കേട്ടോണം, ശ്രദ്ധിച്ച്. സ്വർഗത്തിൽ ആയിരുന്നവൻ പാർത്തലത്തിൽ തിരുവവതാരം ചെയ്തത്, പിന്നെ പരമയാഗമായി മാറിയത്, പിന്നെ പുനരുദ്ധാനം ചെയ്തത്, പിന്നെ സ്വർഗാരോഹണം ചെയ്തത്, പിന്നെ പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് അയച്ചത്, ഇനി പുനരാഗമിക്കാൻ പോകുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കണം. ആര് വിശ്വസിക്കണം? പറ. ഞാൻ വിശ്വസിക്കണം. അല്ലാതെ എൻ്റെ ഉപ്പാപ്പൻ വിശ്വസിച്ചാൽ പോരാ. ഈ പറഞ്ഞ യാഥാർത്ഥ്യം എൻ്റെ മച്ചമ്പി എനിക്ക് വേണ്ടി വിശ്വസിച്ചാൽ പോരാ, ഞാൻ വിശ്വസിക്കണം. എൻ്റെ അപ്പൻ്റെ അപ്പനോ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ ചേട്ടൻ, പേരപ്പനോ ചിറ്റപ്പനോ വിശ്വസിച്ചാൽ പോരാ. ഈ പറഞ്ഞ ഇത്രയും കാര്യം ഞാൻ വിശ്വസിക്കാൻ പാകമാകണം, ഞാൻ വിശ്വസിക്കാൻ പ്രായമാകണം, ഞാൻ വിശ്വസിക്കാൻ എൻ്റെ ബുദ്ധിക്ക് പക്വത ഉണ്ടാകണം. അത് വിശ്വസിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തോ ചെയ്യേണ്ടത്? സ്നാനപ്പെടേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഉള്ള പരുവത്തിൽ ആലയത്തിൻ്റെ തൂക്കുവിളക്കിൻ്റെ ഭംഗിയും കണ്ട് എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് നിൽക്കുമ്പം ഏതാണ്ട് കാണിക്കുന്നതല്ല ഈ ഇടപാട്. വിശ്വസിക്കണം. ഞാൻ യേശുവിൽ വിശ്വസിക്കണം. യേശുവാണ് ഏക രക്ഷകൻ, ഏക കർത്താവ്, ഏക ദൈവം, ഏക അവതാരം, ഏക ന്യായാധിപൻ എന്ന് വിശ്വസിക്കാൻ എനിക്ക് ആത്മീക പക്വത വേണം. അതാണ് സുവിശേഷത്തിൻ്റെ ഓർഡർ. അത് കഴിഞ്ഞ് എന്തോ ചെയ്യണമെന്ന്? സ്നാനപ്പെടണം. എങ്ങനെ സ്നാനപ്പെടണം? മിശിഹ കാട്ടിയ മാതൃക പ്രകാരം സ്നാനപ്പെടണം. മിശിഹ കാട്ടിയ മാതൃക പ്രകാരം ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടണം. എങ്ങനെ? മരണയടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കത്തക്ക നിലയിൽ അടക്കം ചെയ്യപ്പെടണം, ഉയർക്കപ്പെടണം. അതിനുവേണ്ടിയാ അരക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന അഭിഷക്ത ദൈവദാസൻ്റെ അരികിലേക്ക് ഞങ്ങൾ സ്തോത്രാർപ്പണങ്ങളോട് ഇറങ്ങി ചെല്ലുന്നത്. ഇറങ്ങി ചെല്ലുമ്പോൾ അദ്ദേഹം ഭാഗത്തിന് പിടിച്ച് നിർത്തി ചില ചോദ്യങ്ങൾ പടപടപടപടാന്ന് അങ്ങോട്ട് ചോദിക്കും. വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. പോയ യേശു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നു. നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നു? ഉവ്വ് എന്ന് വ്യക്തമായി പറയും. നിന്റെ വാമൊഴിயின் പ്രകാരം, വിശുദ്ധ തിരുവെഴുത്തുകളും പ്രകാരവും ഞാൻ നിന്നെ ഈ തലത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുഴുകൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആൻറ്റി പിടിച്ചൊരൊറ്റ മുക്കുന്നത് വാശി തീർക്കാനല്ല. വാശി തീർക്കാനാണെങ്കിൽ താത്ത് വെച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, പൊക്കണ്ടല്ലോ. ഇത് വാശി തീർക്കാനല്ല, അടക്കത്തോട് പിന്നെ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കാനുള്ള കർമ്മമാണ്. റോമർ 6:5 3-4 വാക്യം. മനസ്സിലായോ? അങ്ങനെ അടക്കപ്പെടുക മാത്രമല്ല യേശു ചെയ്തത്, ഉയർക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് മുക്കിയിട്ട് ഉടനെ പൊക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി റോമാലേഖനം 6:5 പറയുന്നു, അവൻ്റെ മരണത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തോട് എന്തോ ചെയ്യും? അപ്പോൾ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കണമെങ്കിൽ ആദ്യം എന്തോ ചെയ്യണം? മരണത്തോട് ഏകീഭവിക്കണം. യേശു വരുമ്പോൾ ഉയർത്തെഴുന്നേക്കാൻ വേണ്ടി ഇരിക്കുക. ഉയർത്തെഴുന്നേക്കുന്നതിന് മുമ്പ് ഒരു കർമ്മമുണ്ട്. മരണത്തോട് ഏകീഭവിക്കുന്ന സ്നാനമെന്ന ശുശ്രൂഷ കർത്താവ് കാണിച്ച മാതൃക പ്രകാരം, അപ്പോസ്തലന്മാർ ചെയ്ത രീതിയും പ്രകാരം, വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന മാതൃക പ്രകാരം അനുഷ്ഠിക്കുമ്പോൾ ഈ പ്രോഗ്രാം അതിൻ്റെ തനിമയോടെ വരിക. അപ്പോൾ ഓർഡർ തെറ്റിപ്പോകരുത്. അതുകൊണ്ട് ഇനിയോട് ഓർഡർ പറയാം. റോമാലേഖനം 5 നീതീകരണം, 6 ഏകീകരണം, 7 വിശുദ്ധീകരണം. അപ്പോൾ നീതീകരണം, ഏകീകരണം, വിശുദ്ധീകരണം 3 അധ്യായങ്ങൾ പറഞ്ഞിട്ട് 8 അധ്യായത്തിൽ ഇത് 3 പ്രാപിച്ചവനാണ് മഹത്വീകരണം ഉണ്ടാവുക. എത്ര പേർക്ക് മനസ്സിലായി ഉപദേശം? ഇതാണ് ഈ ഉപദേശത്തിൻ്റെ ഓർഡർ തെറ്റിപ്പോയാലാണ് മറിച്ചിട്ട സുവിശേഷം. ബോധ്യമാകുന്നുണ്ടോ? ഇനി മറ്റൊരു സുവിശേഷം പരിചയപ്പെടുത്താം. ഗലാത്യ ലേഖനം 1:6 വാക്യം നോക്കിക്കേ. 9 വാക്യം. ഗലാത്യർ 1:9. 1:6 വേറൊരു സുവിശേഷം. 1:7 മറിച്ചിട്ട സുവിശേഷം. 1:9 കൊടുക്കാവുന്ന പേരാണ് വിപരീത സുവിശേഷം. ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിന് വിപരീതമായി ഒരുവൻ വന്ന് നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അതെന്തോ ചെയ്യരുത്? അതിന് സ്വർഗത്തിലൊരു ദൂതനാണെങ്കിലും എന്തോ ചെയ്യരുത്?
വിശ്വസിക്കരുതെന്ന് പറയുന്ന ആ പ്രയോഗമുണ്ടല്ലോ, അതാണ് വിപരീത സുവിശേഷം. വിപരീത സുവിശേഷത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വേദപുസ്തകം വേണം 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 എന്ന് പറയുന്നതൊക്കെ വേണ്ട 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 എന്ന് പറയുന്നവർ. കണ്ടോ, വേദപുസ്തകം വേണ്ട വേണ്ട എന്ന് പറയുന്നവർ വേണം വേണം എന്ന് പറഞ്ഞ് അതിനെ വികല്പമാക്കി മാറ്റുന്നു. അതാണ് വിപരീത സുവിശേഷം. സ്നാനപ്പെട്ടേ പറ്റൂ, വേണ്ട, പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അന്യഭാഷ പറഞ്ഞേ പറ്റൂ, ആത്മനിറവിൻ്റെ അനുഭവം, അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. വിശുദ്ധിയുടെ തീവ്രതയിലേക്ക് വന്നേ പറ്റൂ, അത്ര കണ്ട് വിശുദ്ധിയൊന്നും വേണ്ട. ഈ ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുക. വേണം വേണമെന്ന് പറയുന്നതിന് വേണ്ട എന്നും വേണ്ട എന്ന് പറയുന്നതിന് വേണമെന്നും അവകാശപ്പെടുന്ന സുവിശേഷത്തിന് എന്തോ പേര് കൊടുക്കാം? പറ. വിപരീത സുവിശേഷം. വിവരിക്കാൻ നേരമില്ല. അടുത്ത ഒരെണ്ണം കൂടെ പറയട്ടെ. 11-ാമത് വാക്യം നോക്ക്. ഗലാത്യലേഖനം 1:11. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത് മാനുഷിക സുവിശേഷമല്ല, മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചതല്ല. എന്താ മനുഷ്യരിൽ നിന്ന് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ്റെ സുവിശേഷം. ചില നേതാക്കന്മാർ, ചില അപ്പച്ചന്മാർ, ചില ആശാന്മാർ, ചില ഗുരുക്കന്മാർ പറഞ്ഞു വെച്ചത് അങ്ങനെ തന്നെയൊന്നും പുസ്തകത്തിൽ അന്വേഷിക്കുന്നില്ല. അത് പുസ്തകത്തിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരിക്കും. പുസ്തകത്തിൽ അങ്ങനെ ആണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ആശാൻ ഇങ്ങനെ പറഞ്ഞ്, ഞങ്ങളുടെ സാർ ഇങ്ങനെ പറഞ്ഞ്, ഞങ്ങളുടെ സാറ് നിന്ന് പോയെന്ന് പറഞ്ഞാൽ നിന്നത് തന്നെയാണ്. മനസ്സിലായോ? സാറാ പറഞ്ഞാൽ നിന്ന് പോയെന്ന്. അപ്പോൾ പിന്നെ അതിനെ പിന്നെ അന്വേഷിക്കേണ്ട അല്ല. പുസ്തകത്തിൽ അങ്ങനെ അല്ലല്ലോ. പുസ്തകത്തിൽ അങ്ങനെ അല്ലായിരിക്കാം, പക്ഷേ സാറ് പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല, ഞങ്ങളുടെ ആശാൻ പറഞ്ഞതിനപ്പുറത്തൊന്നുമില്ല, ഞങ്ങളുടെ ഗുരു പറഞ്ഞതിനപ്പുറത്തൊന്നുമില്ല. ഇങ്ങനെ കുറേ ഇടപാടുകളെയാണ് എന്തോ വിളിക്കുക? ഈ മാനുഷിക സുവിശേഷം. പക്ഷേ പൗലോസ് പറയുന്നു, ഞാൻ പ്രാപിച്ചത് കർത്താവിൽ നിന്നാണ്. എത്ര പേർക്ക് ബോധ്യമുണ്ട് ഇന്നയോളമുള്ള സുവിശേഷത്തിൻ്റെ നന്മകൾ, സുവിശേഷത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണെന്ന് ഉറപ്പുള്ളവർ കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച്. അപ്പോൾ ആരും നമ്മെ തെറ്റിക്കാതിരിക്കണം.